അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബിഹി അൽഫായിസീന ബിറളില്ലാഹ്. കേരളത്തിലെ സുന്നത്ത് ജമാഅത്തിന്റെ വേദികളിൽ ആശയാദർശങ്ങൾ സാധാരണക്കാർക്ക് മനസ്സിലാകും വിധം പറഞ്ഞ് വിശദീകരിക്കുന്ന പണ്ഡിതന്മാരിൽ ശ്രദ്ധേയനായ ബഹുമാനപ്പെട്ട അബ്ദുർ റഷീദ് സഖാഫി ഏലംകുളം, ബഹുമാനപ്പെട്ട നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാരുടെ മരുമകനും കൂടിയായ അദ്ദേഹവുമായി സുന്നത്ത് ജമാഅത്തിന്റെ ചില ആശയങ്ങളിൽ ഒരു അഭിമുഖമാണ് നാം ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഈ അഭിമുഖത്തിലേക്ക് ബഹുമാനപ്പെട്ട സഖാഫിയെ നാം സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ലോകത്ത് മൊത്തത്തിലും പ്രത്യേകിച്ച് കേരളത്തിൽ മുസ്ലിങ്ങൾക്കിടയിൽ ഒരുപാട് വിഷയങ്ങളിൽ അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും ഏറ്റവും സുപ്രധാനമായ ഒരു വിഷയം തൗഹീദ് എന്താണ് എന്ന് നിർവചിക്കുന്നതിലാണ് എന്നാണ് നാം മനസ്സിലാക്കുന്നത്. തൗഹീദ് എന്താണ് എന്ന് മനസ്സിലാക്കിയെങ്കിലേ പിന്നീട് വരുന്ന ഇസ്തിഗാസ, ഷിർക്ക് എന്നീ വിഷയങ്ങളിൽ എവിടെയാണ് ഈ അഭിപ്രായ വ്യത്യാസത്തിന്റെ ആധാരം എന്ന് മനസ്സിലാക്കാൻ പറ്റൂ. അതുകൊണ്ട് വളരെ ലളിതമായ രീതിയിൽ കൂടുതലൊന്നും പറഞ്ഞ് സാധാരണക്കാർക്ക് മനസ്സിലാകാത്ത രൂപത്തിലുള്ള ഒരു വിശദീകരണമല്ല നാം ഉദ്ദേശിക്കുന്നത്. എന്താണ് തൗഹീദ്? ബിസ്മില്ലാഹ്, അൽഹംദുലില്ലാഹ്, വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അൽഫായിസീന ബിറിളല്ലാഹ്. അമ്മാ ബഅദ്. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയ ആദർശ രംഗത്ത് സുദീർഘമായ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കൾ ഒരു മഹൽ സംരംഭത്തിന് ഈ സമയത്ത് സമയം കണ്ടെത്തിയതിലും അതിൽ സംബന്ധിക്കാൻ സാധിച്ചതിലും അൽഹംദുലില്ലാഹ് അല്ലാഹുവിനെ സ്തുതിക്കുകയാണ്. പ്രപഞ്ചോൽപത്തി മുതൽ അതല്ലെങ്കിൽ മനുഷ്യ സമൂഹം ഏത് കാലയളവിൽ പ്രപഞ്ചനാഥനെ അനുസരിക്കുകയും വഴിപ്പെടുകയും ചെയ്യണമെങ്കിൽ അന്ന് മുതൽ തുടങ്ങുന്നതാണ് തൗഹീദ് എന്ന വിഷയത്തിന്റെ പ്രസക്തി. ലക്ഷക്കണക്കായ അമ്പിയാക്കളും പൂർവികരായ ആളുകളും സ്വാത്വികരായ സലഫു സ്വാലിഹീങ്ങളും അവരൊക്കെ ഈ സമൂഹത്തെ സത്യമാർഗത്തിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി രംഗത്ത് വരുമ്പോൾ പ്രാമുഖ്യം കൊടുക്കേണ്ടതും പ്രാമുഖ്യം കൊടുക്കുന്നതുമായ വിഷയമാണ് തൗഹീദ്. എന്നാൽ ഈ തൗഹീദ് യുഗാന്തരങ്ങളിൽ ശൈഥില്യം ആഗ്രഹിക്കുന്ന ആളുകൾ സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ ഈ വിഷയത്തിലും വിഫല ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ യഥാർത്ഥ തൗഹീദ് എന്തെന്ന് മനസ്സിലാക്കൽ യാഥാർത്ഥ്യം ആഗ്രഹിക്കുന്ന ഒരു സത്യവിശ്വാസിയുടെ മേൽ അനിവാര്യമായ അവിഭാജ്യ ഘടകമാണ്. അതുകൊണ്ടുതന്നെ എന്താണ് തൗഹീദ് എന്ന ചോദ്യത്തിനെ ലളിതമായി വ്യാഖ്യാനിക്കുകയാണെങ്കിൽ, വിശദീകരിക്കുകയാണെങ്കിൽ വളരെ എളുപ്പമാണ്, ലളിതമാണ്. കാരണം കൂടുതലൊന്നും അത് പറയേണ്ടതില്ല. കലിമത്തു തൗഹീദ് അല്ലാഹു നമുക്ക് ഉരുവിടാനും വിശ്വസിക്കാനും അവന്റെ പ്രവാചകരിലൂടെ ഉണർത്തിയത് കൊണ്ട് തൗഹീദ് എന്താണ് എന്നത് ആ കലിമയിൽ നിന്ന് തന്നെ മനസ്സിലാക്കാവുന്നതാണ്. അഥവാ ലാ ഇലാഹ ഇല്ലല്ലാഹ്,
അല്ലാഹുവല്ലാതെ ഒരു ഇലാഹും ഇല്ല എന്ന് വിശ്വസിക്കൽ കലിമത്തു തൗഹീദാണ്. അഥവാ ഉലൂഹിയ്യത്ത്, ദിവ്യത്വം അല്ലാഹുവിൽ പരിമിതിപ്പെടുത്തുകയും മറ്റുള്ളവരിൽ ആരോപിക്കാതിരിക്കുകയും വകവെച്ചു കൊടുക്കാതിരിക്കുകയും ചെയ്യുക എന്നതാണ് തൗഹീദ്. അപ്പൊ യഥാർത്ഥത്തിൽ തൗഹീദ് എന്താണെന്ന് ചോദിച്ചാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവല്ലാതെ ഒരു ഇലാഹും ഇല്ല എന്ന് വിശ്വസിക്കുക. അഥവാ ഇലാഹായിരിക്കാനുള്ള അവകാശം അല്ലാഹുവിന് മാത്രമേ ഉള്ളൂ എന്ന ഒരു വിശ്വാസം ഉണ്ടാകുന്നതിനാണ് തൗഹീദ് എന്ന് അടിസ്ഥാനപരമായി പറയും. അതുകൊണ്ടാണ് മഹാനരായ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു മഅന തൗഹീദ് യുഫ്ഹമു മിൻ കലിമത്തി തൗഹീദ് എന്ന് പറയാൻ കാരണം. കലിമത്തു തൗഹീദിന്റെ ആശയം എന്താണെന്നും നിർവചനം എന്താണെന്നും അത് കലിമത്തു തൗഹീദിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയും. മറ്റു പണ്ഡിതന്മാർ പറഞ്ഞ ഡെഫിനിഷനുകളും അതിന്റെ നിർവചനങ്ങളൊക്കെ ഈ ആശയത്തിൽ വരുന്നതാണ്. അതാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതാണ് കലിമ തൗഹീദ് എന്ന് ഉസ്താദ് സംസാരിക്കുകയുണ്ടായി. എന്താണ് ഇലാഹ്? നിങ്ങൾ പറഞ്ഞു അല്ലാഹു അല്ലാതെ ഇലാഹില്ല എന്നതാണ് വിശ്വാസം. നമ്മൾ യഥാർത്ഥ വിഷയത്തിലേക്ക് എത്തണമെങ്കിൽ എന്താണ് ഇലാഹ്? ഇലാഹിന്റെ നിർവചനം എന്ത്? അല്ലാഹുവല്ലാതെ മറ്റൊരാളും ഇലാഹായിട്ടില്ല എന്ന് വിശ്വസിക്കലാണ് തൗഹീദെങ്കിൽ എന്താണ് ഇലാഹ് എന്നത് അറിഞ്ഞിരിക്കൽ അത്യാവശ്യമാണ്. അപ്പോൾ ഇലാഹിന്റെ മഅന എന്താണ് ഇലാഹ് എന്ന ആ ഒരു വേർഡ് പ്രതിനിധാനം ചെയ്യുന്ന ആശയം? ഇതാണ് നിങ്ങളുടെ ഉപചോദ്യം എന്ന നിലക്ക് നിങ്ങൾ ചോദിച്ചത്. ഇലാഹ് എന്നാൽ മഹാന്മാരൊക്കെ ഉണർത്തിയിട്ടുണ്ട്. മഹാനരായ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു തന്റെ ഒരു ഗ്രന്ഥത്തിൽ, അതുപോലെ ഇമാം റാസി റളിയല്ലാഹു അൻഹു ഒക്കെ ഇലാഹ് എന്നാൽ മഅബൂദിൻ, ആരാധിക്കപ്പെടുന്നതിനാണ് ഇലാഹ് എന്ന് പറയുക. അർപ്പിക്കപ്പെടുക, ദിവ്യത്വം കൽപ്പിക്കപ്പെടുക, അങ്ങനെയുള്ള ഒന്നിനാണ്. അൽ ഇലാഹ് എന്ന് പറയുമ്പോൾ പരമാർത്ഥത്തിൽ ഒരു ഇലാഹാവാൻ ഒരുപാട് ക്വാളിഫിക്കേഷനുകൾ പറയുന്നുണ്ട്. സ്വയം പര്യാപ്തത, അതുപോലെ കഴിവ്, അതുപോലെ സ്വന്തമുള്ള സൂറത്തുൽ ഇഖ്ലാസിൽ പറഞ്ഞ ആ കുറെ വിശേഷണങ്ങൾ, 20ഓളം സിഫത്തുകൾ, അങ്ങനെ കുറെ പറയുന്നുണ്ട്. ഏതായിരുന്നാലും ആ വിശേഷണങ്ങൾ മുഴുവനും ഒത്തു സമ്മേളിച്ച ഒരു ശക്തിക്കാണ് ഇലാഹ് എന്ന് പറയുന്നത്. ഇലാഹിന് ഒരുമിക്കേണ്ട ഒരുപാട് സിഫത്തുകൾ ഉണ്ട് എന്ന് നിങ്ങൾ നിങ്ങളുടെ സംഭാഷണത്തിൽ സംസാരിക്കുകയുണ്ടായി. ഇവിടെയാണ് സുന്നികളും അസുന്നികളും തമ്മിൽ വേർതിരിയുന്നത്. നാം അല്ലെങ്കിൽ അത് പറയുന്ന വിഭാഗം പറയുന്നത് ഇലാഹിനെ കൊടുക്കേണ്ട കാര്യങ്ങൾ, ഇലാഹിന് മാത്രം സാധിക്കുന്ന കാര്യങ്ങൾ മറ്റു ചിലരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു എന്നതാണ് സുന്നികൾ തൗഹീദിൽ നിന്ന് ശിർക്കിലേക്ക് പോകാൻ കാരണം എന്നാണ് പറയുന്നത്. ഉദാഹരണം, എവിടുന്ന് വിളിച്ചാലും അല്ലെങ്കിൽ സാന്നിധ്യത്തിലില്ലാത്ത വളരെ വിദൂരത്തുള്ള ഒരു മഹാത്മാവിനെ വിളിക്കുക. ഉദാഹരണം, ഇങ്ങനെ വിളിക്കുമ്പോൾ ഇത് അള്ളാഹുവിന് മാത്രം കഴിയുന്നൊരു കാര്യമാണ്, ആളെ സഹായിക്കാൻ പറ്റുക എന്നത്. ഭാഷയുടെയോ അതിർത്തിയുടെയോ അതിരില്ലാതെ സഹായിക്കുക എന്നത്, അല്ലെങ്കിൽ അത് കേൾക്കുക എന്നത് ഇലാഹിനുള്ള സിഫത്തിന്റെ ഭാഗമാണ് എന്നാണ് ഇവർ പറയുന്നത്. ഈ വാദത്തിനെ നിങ്ങൾ എങ്ങനെ ഗണ്ണിക്കാൻ പറ്റും? ഇലാഹ് എന്ന ആ ശക്തിക്ക് അഥവാ അള്ളാഹുവിന് സ്ഥലവാദീനനാണ്, എല്ലാം കാണാനും കേൾക്കാനും കഴിയുന്നവനാണ്, അടുത്തുള്ളതിലും ദൂരത്തിലുള്ളതിലും കൈകാര്യം ചെയ്യാൻ കഴിയുന്നവനാണ് എന്നൊക്കെ പറയുമ്പോഴും യഥാർത്ഥത്തിൽ താങ്കൾ പറഞ്ഞതുപോലെയുള്ള ഒരു നിർവചനം ഇലാഹിന് ആരും പറയാറില്ല. ഇലാഹിന് ഈ വിശേഷണങ്ങൾ വേണം, സമീ ആവണം, ബസീർ ആവണം എന്ന് കരുതിയിട്ട് അള്ളാഹു ഒരാൾക്ക് പരിധിയില്ലാതെ, അതല്ലെങ്കിൽ മറ്റു ദൂരത്തുള്ളത് കാണാനോ, അതല്ലെങ്കിൽ കേൾക്കാനോ, അതല്ലെങ്കിൽ അറിയാനോ കഴിവ് കൊടുത്താൽ അള്ളാഹുവിൻ്റേത് സ്വയമാണ്, മറ്റുള്ളത് അള്ളാഹു കൊടുക്കുന്നതാണ്.
ഇങ്ങനെ കൊടുക്കുന്നതാണ് അതിന് അതായി എന്ന് പറയുന്നു, അള്ളാഹുവിൻ്റെ അതിന് ദാത്തി എന്ന് പറയുന്നു. ഏതായിരുന്നാലും അള്ളാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ ഒരാൾക്ക് അങ്ങ് കഴിവ് കൊടുത്താൽ ആ കൊടുത്ത കഴിവിനനുസരിച്ചുകൊണ്ട് കാണാനും കേൾക്കാനും കഴിയും എന്നതാണ്. അതാണ് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു തന്റെ സഹീഹിൽ കിതാബുൽ റിഖാഖിൽ ബാബു തവാളു എന്ന അധ്യായത്തിൽ വളരെ വ്യക്തമായി കുന്തു സംഅഹുല്ലദീ യസ്മഉ ബിഹി വബസറഹുല്ലദീ യബ്സുറു ബിഹി, അള്ളാഹു പറയുന്നു, പ്രവാചകർ അള്ളാഹുവിൻ്റെതായി ഖുദ്സിയായ ഹദീസിൽ വിശദീകരിക്കുന്നു, അള്ളാഹു കാഴ്ചയാവും കേൾവിയാവും എന്നൊക്കെ. അതിൻ്റെ അർത്ഥം ഇമാം റാസി അടക്കമുള്ളവർ പറഞ്ഞത് അടുത്തുള്ളതിലും ദൂരത്തുള്ളതും കാണാനും കേൾക്കാനും കൈകാര്യം ചെയ്യാനും കാണാൻ കഴിയും എന്നതാണ് അതിൻ്റെ വസ്തുത. ഏതായിരുന്നാലും ഈ വിശേഷണങ്ങൾ ഒരുപാട് കാണാം. ഇപ്പൊ ദൂരത്തുള്ളത് കാണൽ അള്ളാഹുവിന്റെ മാത്രമാണെങ്കിൽ സഹീഹുൽ ബുഖാരിയിൽ തന്നെ ബൈത്തുൽ മുഖദ്ദസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇരുന്ന സ്ഥലത്ത് നിന്ന് വീക്ഷിച്ചത് സഹീഹുൽ ബുഖാരിയിലുണ്ട്, കിതാബുൽ മനാഖിബിന്റെ അധ്യായത്തിലുണ്ട്. അതുപോലെ തന്നെ അടുത്തത് കേൾക്കാൻ വേണ്ടി കഴിയുകയാണെങ്കിൽ, കേൾക്കുക എന്നുള്ളത് അസാമാന്യമാണെങ്കിൽ, പിന്നെ അതല്ലെങ്കിൽ അള്ളാഹുവിന്റെ മാത്രം പ്രത്യേകതയാണെങ്കിൽ, അള്ളാഹുവിന്റെ മാത്രം പ്രത്യേകത അള്ളാഹുവിൻ്റെത് മാത്രമേ ഉള്ളൂ, അള്ളാഹു അങ്ങനെ ഒരു കഴിവ് കൊടുക്കുന്നില്ല എന്നാണ് സങ്കല്പിക്കുന്നതെങ്കിൽ ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു യാ സാരിയ അൽ ജബൽ എന്ന് പറയുന്നത് ദൂരെ ഇരിക്കുന്ന സാരിയത്ത് ബിൻ മുഹ്സിൻ റളിയല്ലാഹു അൻഹു കേട്ടത് പഴയകാലത്ത് തിരുത്തുന്നതിന്റെ മുമ്പ് അൽ വിലായത്ത് വൽ കറാമ എന്ന് പറയുന്ന മുജാഹിദിന്റെ പ്രസിദ്ധീകരണത്തിൽ പോലും വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയ വിഷയമാണ്. അതുപോലെ തന്നെ അബൂ ഖുർസാഫ റളിയല്ലാഹു അൻഹു എന്ന സഹാബിയുടെ മകനെ 8600 സംതിങ് കിലോമീറ്റർ അപ്പുറം അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോൾ ബാങ്കിന്റെ സമയം ഈ വീട്ടിൽ വെച്ചുകൊണ്ട് ദൂരേക്ക് വിളിച്ചു പറഞ്ഞിരുന്നത് വളരെ വ്യക്തമായി കേട്ടിരുന്നത് സഹീഹായി ഇമാം നൂറുദ്ദീനുൽ ഹൈതമി മജ്മുഉ സവായിദിൽ ഉദ്ധരിക്കുന്നതൊക്കെ കാണാം. അതിൻ്റെയൊക്കെ പുറമെ ഇന്നിപ്പോ ഞാൻ ഇങ്ങോട്ട് വരുന്നതിന്റെ 10 മിനിറ്റ് മുമ്പ് നാട്ടിലേക്ക് വിളിച്ചു പറഞ്ഞു. അപ്പോൾ ഇവിടുന്ന് വിളിക്കുന്നത് നാട്ടിൽ ഫോണിലൂടെ കേൾക്കുന്നുണ്ടെങ്കിൽ ഈ ഹൈടെക് യുഗത്തിൽ അതല്ലെങ്കിൽ ഈ IT യുഗത്തിൽ ഇത്തരം ചോദ്യങ്ങളും ഇത്തരം വിഷയങ്ങളും അപ്രസക്തമാണ് എന്നുള്ളത് വളരെ ലളിതമായി മനസ്സിലാക്കാം. ചുരുക്കത്തിൽ അടുത്തതോ ദൂരത്തതോ അതല്ലെങ്കിൽ പിന്നെ ദൂരെയുള്ളത് അതല്ലെങ്കിൽ കാര്യകാരണ ബന്ധം, ഭൗതികം അഭൗതികം, ഇതുപോലെയുള്ള വിഷയങ്ങളൊക്കെ അള്ളാഹുവോ റസൂലോ പറയാത്തതും തൗഹീദ് ശിർക്കിന്റെ മാനദണ്ഡങ്ങൾ ഇത്തരം വിഷയങ്ങളിൽ പരിമിതപ്പെടുത്തുകയോ അതല്ലെങ്കിൽ ഉപയോഗപ്പെടുത്തുകയോ ചെയ്യുക എന്നുള്ളത് അത് പ്രമാണവിരുദ്ധമാണ്, ശാസ്ത്രീയമായി തെളിയിക്കപ്പെടാത്തതാണ്. തൗഹീദ് ശിർക്കിന്റെ മാനദണ്ഡം അതല്ലെങ്കിൽ ഇലാഹാവുക അല്ലാതിരിക്കുക എന്നതിന്റെ മാനദണ്ഡം അത് അള്ളാഹും റസൂലും പറഞ്ഞതനുസരിച്ചാണ്. അഥവാ അള്ളാഹുവിന് വിശേഷപ്പെട്ടത് അള്ളാഹുവിൽ വകവെച്ചു കൊടുക്കുക, സൃഷ്ടികൾക്ക് വിശേഷപ്പെട്ടത് അള്ളാഹുവിൽ വകവെച്ചു കൊടുക്കാതെ അള്ളാഹുവിന്റെ വിശേഷണം സൃഷ്ടികളിൽ വകവെച്ചു കൊടുക്കാത്ത ഒരു അവസ്ഥ ഉണ്ടാവുക. അള്ളാഹുവിന്റെ എല്ലാ വിശേഷണവും സ്വന്തമുള്ളതാണ്, സൃഷ്ടികളുടേത് അള്ളാഹു കൊടുത്തതാണ്. ഇപ്പോ നമ്മൾ ഇലാഹിന്റെ കഴിവിനെ സംബന്ധിച്ച് ഉസ്താദ് സംസാരിക്കുകയുണ്ടായി. തൗഹീദ്, കലിമത്ത് തൗഹീദ് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയുകയുണ്ടായി. എന്നാൽ മുഹമ്മദ് റസൂലുള്ള എന്നത് ഈ തൗഹീദിന്റെ നിർവചനത്തിൽപ്പെട്ടതാണോ? തൗഹീദ് എന്താണ് എന്ന് വിശദീകരിക്കുമ്പോൾ സ്വാഭാവികമായും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് അള്ളാഹുവിനെ നമുക്ക് പരിചയപ്പെടുത്തിയത് എന്നതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ വിശേഷണങ്ങളിൽ പെട്ടതാണ്, അതല്ലെങ്കിൽ അള്ളാഹുവിന്റെ കീഴ്വഴക്കങ്ങളിൽ പെട്ടതാണ് ജനങ്ങളെ സന്മാർഗത്തിലേക്ക് നിയോഗിക്കാൻ വേണ്ടി പ്രവാചകന്മാരെ നിയോഗിക്കുക എന്നതുകൊണ്ടും തൗഹീദിന്റെ ഭാഗത്തിൽ ഉൾപ്പെടുന്നതാണ്. അതുകൊണ്ടാണ് സഹീഹ് മുസ്ലിമും ബുഖാരിയും റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ അതദറൂന മൽ ഈമാനു ബില്ലാഹി വഹദ, അള്ളാഹുവെ കൊണ്ട് എങ്ങനെയാണ് വിശ്വസിക്കുക, അള്ളാഹുവിന്റെ ഏകത്വത്തിൽ എങ്ങനെയാണ് വിശ്വസിക്കുക എന്ന് ചോദിച്ചപ്പോൾ ഷഹാദത്തു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൗഹീദിന്റെ നിർവചനമായി തന്നിലുള്ള വിശ്വാസം കൂടെ ഉൾപ്പെടുത്തിയതായി കാണാം. അഥവാ അള്ളാഹു ഏകനാണെന്നും അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ ഇന്നതാണെന്നും അള്ളാഹുവിന്റെ പ്രവർത്തനങ്ങൾ ഇന്നതാണെന്നും നമുക്ക് പരിചയപ്പെടുത്തിയത് പ്രവാചകനായതുകൊണ്ട് തന്നെ ആ പ്രവാചകനിലുള്ള വിശ്വാസം തൗഹീദിലുള്ള വിശ്വാസത്തിന്റെ ഭാഗമായി വരുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഉസ്താദ് പറഞ്ഞതുപോലെയാണ് കാര്യമെങ്കിൽ ഒരാള്
ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് വിശ്വസിച്ചു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അയാൾ അംഗീകരിച്ചില്ല. എന്നാൽ അയാൾ പകുതി തൗഹീദുള്ള ആള് എന്ന് അദ്ദേഹത്തെ പറ്റി പറയാൻ പറ്റും. അള്ളാഹുവിൽ ആൾ വിശ്വസിക്കുന്നു, മുഹമ്മദ് നബിയിൽ ആൾ വിശ്വസിക്കുന്നില്ല. ഈ തൗഹീദ് ശിർക്ക് എന്നതിൻ്റെ പരിധിയിൽ പകുതി അതല്ലെങ്കിൽ കാൽഭാഗം, അരക്കാല്, മുക്കാല് എന്ന വിഷയം വരില്ല. അത് ഡിവൈഡ് ചെയ്യപ്പെടേണ്ടതല്ല. തൗഹീദ് എന്നാൽ അത് അള്ളാഹുവിൻ്റെ ഏകത്വത്തിൽ നിബന്ധനയോടുകൂടെ വിശ്വസിക്കുക എന്നതാണെങ്കിൽ പിന്നെ അവിടെ അര മുഅ്മിൻ അല്ലെങ്കിൽ അര വിശ്വാസി എന്ന വിഷയം വരുന്നില്ല. അത് അര ബാർ സോപ്പ് അതല്ലെങ്കിൽ ഒരു ബാർ സോപ്പ്, 1.5 അരക്കാല് മുക്കാലിൻ്റെ പരിധിയിൽ വരുന്ന വിഷയം അല്ല എന്നാണ് അതിനെക്കുറിച്ച് പറയാൻ. പിന്നെ എങ്ങനെയാണ് മക്കാ മുശ്രിക്കീങ്ങളിൽ അള്ളാഹുവിൽ വിശ്വസിച്ചു എന്ന് പറയുന്നു? മക്കാ മുശ്രിക്കീങ്ങൾ അള്ളാഹുവിൽ വിശ്വസിച്ചിരുന്നു എന്ന് പറയുന്നു. അതേസമയം അവർ ഒരാൾ പോലും, ഒരു മക്കാ മുശ്രിക്കും മുഹമ്മദ് നബിയിൽ വിശ്വസിച്ചിട്ടില്ല. ഈ വൈരുദ്ധ്യം എങ്ങനെ വന്നു? മക്കാ മുശ്രിക്കുകൾക്ക് തൗഹീദ് ഉണ്ടായിരുന്നു എന്ന വിശ്വാസത്തിൽ നിന്ന് വന്ന അബദ്ധം എന്നേ അതിനെക്കുറിച്ച് പറയാൻ കഴിയും. യഥാർത്ഥത്തിൽ ഇസ്ലാം പരിചയപ്പെടുത്തുന്ന, പ്രവാചകർ പരിചയപ്പെടുത്തുന്ന അള്ളാഹുവിൽ അവർ വിശ്വസിച്ചിട്ടില്ല. അവിടെ തുടങ്ങുന്നുണ്ട് അവരുടെ തൗഹീദിലുള്ള വിഷയം. അള്ളാഹു ഏകനാണ് എന്ന് പറഞ്ഞതുകൊണ്ടോ അതല്ലെങ്കിൽ ആകാശഭൂമിയെ സൃഷ്ടിച്ചത് അള്ളാഹുവാണ് എന്ന് പലപ്പോഴും പ്രഖ്യാപിക്കുന്നത് കൊണ്ടോ അവർക്ക് തൗഹീദുണ്ട് എന്ന് പറയാൻ കഴിയില്ല. അള്ളാഹുവിൽ വിശ്വസിച്ചു എന്നും പറയാൻ കഴിയില്ല. അള്ളാഹുവിൽ വിശ്വസിച്ചോ ഇല്ലേ എന്നുള്ള വിഷയം വന്നിട്ടാണല്ലോ പ്രവാചകരുള്ള വിശ്വാസത്തെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ടത്. ഏതായിരുന്നാലും തൗഹീദിന്റെ ഭാഗമായി പ്രവാചകരിലുള്ള വിശ്വാസം വരുന്നത് തന്നെ അള്ളാഹു പിന്നീട് പ്രവാചകൻ. അപ്പോൾ അള്ളാഹുവിൽ തന്നെ അവരുടെ വിശ്വാസം പൂർത്തിയാവുകയോ ഖുർആൻ പരിചയപ്പെടുത്തിയ അള്ളാഹുവിൽ അവർ വിശ്വസിക്കുകയോ ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഈ ചോദ്യം അപ്രസക്തമാണ് എന്ന് എനിക്ക് തോന്നുന്നു. എന്നാൽ ഖുർആനിൽ പല സ്ഥലത്തും മക്കാ മുശ്രിക്കീങ്ങളുടെ വിശ്വാസത്തെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ അവർ പറയുന്നു, ആരാണ് ആകാശങ്ങൾ സൃഷ്ടിച്ചത്, ആരാണ് ഭൂമി സൃഷ്ടിച്ചത് എന്ന് അവരോട് ചോദിക്കപ്പെട്ടാൽ അവർ പറയും അള്ളാഹുവാണ് എന്ന്. ഈ ഒരു ശൈലിയിൽ ഖുർആന്റെ സംസാരം അവരുടെ വിശ്വാസത്തെ സാധൂകരിക്കുന്നതല്ലേ? അവിടെ പറയും എന്ന് പറഞ്ഞാൽ അത് ശരിയല്ല, പറയേണ്ടി വരും എന്നതാണ്. യഥാർത്ഥത്തിൽ ഖുർആൻ പരിചയപ്പെടുത്തിയ, റസൂൽ പരിചയപ്പെടുത്തിയ അള്ളാഹുവിൽ വിശ്വസിക്കാത്ത ഈ സമൂഹത്തിന്റെ മുമ്പിൽ തെളിവുകൾ നിരത്തി പറയുമ്പോൾ ഇവിടെ ശരിക്കൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, അള്ളാഹു അവരുടെ മദ്ഹായി പറഞ്ഞതല്ല. അള്ളാഹു വിശ്വസിക്കും അല്ലെങ്കിൽ ആകാശഭൂമി സൃഷ്ടിക്കുമ്പോൾ അള്ളാഹ് എന്ന് പറയുന്നുണ്ടല്ലോ, നിങ്ങൾ നല്ല മനുഷ്യന്മാരാ എന്ന നിലക്ക് മദ്ഹി എന്ന നിലക്കല്ല. പിന്നെ നേരെ മറിച്ച് അള്ളാഹുവിന്റെ ഈ ഖുദ്റത്തുകളെയും മറ്റു വിഷയങ്ങളുടെയും ന്യായം നിരത്തി ഗണ്ഡന സ്വരത്തിൽ അതല്ലെങ്കിൽ ഒരു ഡിബേറ്റ് എന്ന നിലക്ക് അവരോട് സംസാരിക്കുകയാണെങ്കിൽ ലയഖൂലുന്ന, അവർ പറയേണ്ടി വരും, ഉത്തരം മുട്ടി പറയേണ്ടി വരും, അള്ളാഹ് എന്ന് പറയേണ്ടി വരും. പക്ഷേ ഇങ്ങനെയൊക്കെയാണെങ്കിലും ഇങ്ങനെ പറയേണ്ടി വരുന്ന ഈ സമൂഹം പിന്നെ എന്തുകൊണ്ടാണ് ആ അള്ളാഹുവിലുള്ള വിശ്വാസത്തിൽ നിന്നും മാറി ചിന്തിക്കുന്നത് എന്ന് ആ ആയത്തുകളുടെ തൊട്ടടുത്ത് തന്നെയുണ്ട്. അപ്പോൾ വിശ്വസിച്ചിട്ടില്ല എന്നാണ് ആ ആയത്തിൽ നിന്ന് വ്യക്തമാക്കേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞ ഈ ആയത്തിന് ഉപോത്ഭകമായിട്ടാണ് മറ്റൊരു ഖുർആൻ സൂക്തം പറയുന്നത്. കടൽ യാത്ര അവർ ചെയ്യുമ്പോൾ, കടൽ ആപത്തുകളിൽ അവർ വരുമ്പോൾ അവർ അള്ളാഹുവിനെ വിളിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ അവർ അത്രയും നിർണായക ഘട്ടത്തിൽ അവർക്ക് വിശ്വാസമില്ലെങ്കിൽ അവർ എങ്ങനെ അള്ളാഹുവിനെ വിളിക്കും? അവർ വിഭജസന്ധികളിൽ ഉൾപ്പെടുമ്പോൾ അതല്ലെങ്കിൽ കപ്പൽ മുങ്ങുന്ന സമയത്ത്, സമുദ്രത്തിൽ അകപ്പെടുന്ന സമയത്ത് ദഉല്ലാഹ മുഖ്ലിസീന, അള്ളാഹുവെ അവർ വിളിക്കും. മുഖ്ലിസീന, വിളിച്ച വിളി ആത്മാർത്ഥതയോടുകൂടെ തന്നെയാകും എന്നുള്ളത് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ വിളിക്കപ്പെടുന്ന ഇലാഹ് ആരാണ്? അതൊരു വിഷയമാണ്. ഇപ്പൊ ഇതേ ഖുർആനിൽ കാണാം, വമാ ദുആഉൽ കാഫിരീന ഇല്ലാ ഫി ളലാൽ, അവിശ്വാസികൾ ആ ദുആ ഇരക്കുന്നത് ശരിയല്ല, അത് ലലാലത്തിലാണ്. എന്തുകൊണ്ടാണ് അത് ലലാലത്തിലായത്? ദുആ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, അദ്ദുആ ഹുവൽ ഇബാദത്താണ്. അപ്പൊ വമാ ദുആഉൽ കാഫിരീന ഐ വമാ ഇബാദത്തുൽ കാഫിരീന, അവിശ്വാസികളുടെ ഇബാദത്തല്ല, വഴികേടിലല്ലാതെയല്ല, അഥവാ വഴികേടിലാണ്. എന്തുകൊണ്ട് വഴികേടിലായി? എന്തുകൊണ്ട് അത് ഇബാദത്തായില്ല? അത് സൂറത്തുൽ കാഫിറൂനിൽ പറഞ്ഞു, ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ലാ അഅ്ബുദു മാ തഅ്ബുദൂന വലാ അൻതും അഅ്ബുദൂന മാ അഅ്ബുദു.
അവർ ആരാധിക്കുകയോ വിളിക്കുകയോ ദുആ ചെയ്യുകയോ ചെയ്തത് നാം ആരാധിക്കുന്നതല്ല. നിങ്ങൾ ആരാധിക്കുന്നത് ഞങ്ങൾ ആരാധിക്കുന്നതല്ല, ഞങ്ങൾ ആരാധിക്കുന്നത് നിങ്ങൾ ആരാധിക്കുന്നതല്ല എന്ന് ഖുർആൻ പറഞ്ഞു. മാത്രമല്ല ഇമാം റാസി റളിയല്ലാഹു അൻഹു സ്ഥലത്ത് വിശദീകരിച്ചത് കാണാം. ഇത്തരം ഇബാദത്തുകൾ എടുക്കുന്ന അതല്ലെങ്കിൽ അള്ളാഹുവിനോട് ദുആ ചെയ്യുന്ന ആളുകൾ ഇത്തരം ആരാധനകളിൽ മുഴുകുമ്പോൾ لأنهم لما اعتقدوا في الله ما لا يليق به فكأنهم أطاعوا ذاتا موصوفة بالصفات التي تخيلوها فهم في الحقيقة ما عبدوا الله وإنما عبدوا ذلك المتخير الذي لا وجود له. യഥാർത്ഥത്തിൽ ഉള്ള അള്ളാഹുവിനെയല്ല അവർ ഇബാദത്തെടുത്തതോ വിളിച്ചതോ. പിന്നെ അവരുടെ സങ്കല്പനയിലുള്ള അഥവാ അള്ളാഹുവിന് പെൺമക്കളുണ്ടെന്നും ലിംഗമുള്ള അള്ളാഹുവാണ് എന്നും അതല്ലെങ്കിൽ സന്താനോൽപാദനം നടത്തുന്ന അള്ളാഹുവാണ് എന്നും അള്ളാഹുവിനെ കുറിച്ച് വികലമായ ചിന്താഗതികൾ വെച്ചു പുലർത്തിയപ്പോൾ ആ വികല ചിന്താഗതി വെച്ചു പുലർത്തുന്ന ആളുകൾ യഥാർത്ഥത്തിൽ അള്ളാഹുവെ വിശ്വസിച്ചിട്ടില്ല. അവർ ഒരു സാങ്കല്പിക പ്രതിഷ്ഠയെയാണ് ഇന്ന് പല ആളുകളും ചെയ്യുന്നത് പോലെ കയ്യും കാലും കണ്ണും മൂക്കുമുള്ള അർശിൽ പ്രതിഷ്ഠിക്കപ്പെട്ട ഒരു സാങ്കല്പിക പ്രതിഷ്ഠയെ ഇബാദത്തെടുക്കുന്ന ചില ആളുകളുണ്ട്. അതേ രൂപത്തിൽ ഒരു സാങ്കല്പിക പ്രതിഷ്ഠയെ ആണ് ഈ നിലക്ക് അവർ വിളിക്കുകയും പിന്നെ അർത്ഥിക്കുകയും ചെയ്തത്. അവരുടെ അർത്ഥനയിലും വിളിയിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ തന്നെ അത് യഥാർത്ഥത്തിൽ ലക്ഷ്യത്തിലെത്തിയിട്ടില്ല. അവർ അള്ളാഹുവിനെ ഇബാദത്തെടുത്തിട്ടില്ല, അല്ലെങ്കിൽ അവർ അവരുടെ ഇബാദത്ത് അള്ളാഹു സ്വീകരിച്ചിട്ടില്ല, ദലാലത്തിലാണ് എന്നാണ് നിങ്ങൾ സംസാരിക്കേണ്ടത്. എന്നാൽ എന്താണ് ഇബാദത്ത്? ഇബാദത്തിന്റെ നിർവചനം എന്ത്? ഇബാദത്ത് എന്നാൽ എന്താണ്? അതൊരു വിഷയമാണ്. ഇബാദത്ത് എന്ന ആ വാക്കിന്റെ അർത്ഥം അർപ്പിക്കുക അല്ലെങ്കിൽ അങ്ങേയറ്റം താഴ്മയോടുകൂടെ വണങ്ങുക എന്നൊക്കെ പറയാറുണ്ട്. അതിന്റെ ശരഈയായ നിർവചനം ഞാൻ പല ഗ്രന്ഥങ്ങളിലും പരതിയതിൽ നിന്ന് ഒരു കൂടുതൽ ആകർഷണീയമായി തോന്നിയത്, ഒക്കെ ആകർഷണീയം തന്നെയാണ്, കൂടുതൽ ആകർഷണീയമായി തോന്നിയത് അബു അലിയുൽ ഹാസിമി റളിയല്ലാഹു അൻഹുവിന്റെ ഫുർഖാനുൽ ഖുർആൻ എന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞ നിർവചനമാണ്. അഥവാ അമ്മ മഅനാഹ ശർഇയ്യു, ഇബാദത്തിന്റെ ശർഇയായ ഒരു മതപരമായ പ്ലാറ്റ്ഫോമിൽ നിൽക്കുമ്പോൾ ഇബാദത്തിന്റെ നിർവചനം വഹുവ അഖ്സാ ഗായത്തുൽ ഖുളൂഇ വത്തദല്ലുലി ഖൽബൻ ബിഇതിഖാദി റുബൂബിയ്യത്തിൽ മഖ്ലൂഇ ലഹു. അർപ്പിക്കുന്ന, ആദരിക്കുന്ന, ബഹുമാനിക്കുന്ന വ്യക്തി ബഹുമാനിക്കപ്പെടുന്ന, അർപ്പിക്കപ്പെടുന്ന ശക്തിയെക്കുറിച്ച് റബ്ബാണ് എന്നും ഉലൂഹിയത്തുണ്ട് എന്നും ദിവ്യത്വമുണ്ട് എന്നും ആ നിലക്ക് വിശ്വസിക്കുകയും അർപ്പിക്കുകയും ചെയ്യുമ്പോഴാണ് അത് ഇബാദത്തായി മാറുന്നത്. അത് രൂപത്തിലോ ഭാവത്തിലോ അല്ല, വിശ്വാസത്തിലാണ് ഇബാദത്തും ആദരവും ആരാധനയും തമ്മിലുള്ള വ്യത്യാസം വരുന്നത്. ഈ പറഞ്ഞ നിർവചനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇബാദത്തിനെ നിർവചിക്കുന്നത് എങ്കിൽ ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണുന്നു, ഇന്നി അഖ്വഫു മാ അഖാഫു അലാ ഉമ്മത്തി, ഞാൻ എൻ്റെ ഉമ്മത്തിൽ ഭയപ്പെടുന്നതിൽ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് അൽ ഇശ്റാഖു ബില്ലാഹ്, അള്ളാഹിനെ പങ്കുചേർക്കലാണ്. ഞാൻ പറയുന്നില്ല അവർ സൂര്യനെ ആരാധിക്കും, ഞാൻ പറയുന്നില്ല അവർ ചന്ദ്രനെ ആരാധിക്കും, അതൊന്നും ഞാൻ പറയുന്നില്ല. ലാക്കിൻ ശഅവത്തുൻ ഖഫിയ്യ, വളരെ നോർമലായ വളരെ ലളിതമായ ഒരു ശഹവത്താണ് അതുവരെ ഷിർക്കിന്റെ പരിധിയിൽ എണ്ണിയെങ്കിൽ ഈ അടിസ്ഥാനപരമായ നിങ്ങളുടെ നിർവചനവും ഇതും റിയാവ് പോലുള്ള കാര്യങ്ങൾ ഷിർക്കിന്റെ പരിധിയിൽപ്പെടുന്നത് എങ്ങനെ? നിങ്ങൾ പറഞ്ഞ ഹദീസ് എവിടെയാണ് എന്ന് വിശദീകരിച്ചിട്ടില്ല. ഇൻഷാ അല്ലാഹ് അടുത്ത ഊഴത്തിൽ വിശദീകരിക്കുന്നു, മനസ്സിലാക്കുന്നു. ഇതേ പ്രവാചകൻ തന്നെ സഹീഹുൽ ബുഖാരിയിൽ ഉദ്ധരിക്കപ്പെടുന്നത് കാണാം 7 സ്ഥലങ്ങളിൽ. ഞാൻ നിങ്ങളുടെ മേൽ ശിർക്ക് വെക്കുന്നത് ഭയപ്പെടുകയേ ചെയ്യുന്നില്ല. എന്റെ ഉമ്മത്തിന്റെ മേൽ സാർവത്രികമായി ഇന്ന് വ്യാഖ്യാനം പലരും കൊടുക്കുന്നുണ്ട്. എന്നിരുന്നാലും നിങ്ങൾ ശിർക്ക് വെക്കുന്നത്, എന്റെ ഉമ്മത്ത് ശിർക്ക് വെക്കുന്നത് ഞാൻ ഭയപ്പെടുന്നില്ല എന്ന് പ്രവാചകൻ വളരെ വ്യക്തമായി ഉണർത്തുകയാണ്. ഒന്ന്. രണ്ടാമതായി, ശിർക്ക് എന്ന വേർഡ് പങ്കുകാരാക്കുക, ഉൾപ്പെടുത്തുക പല അർത്ഥത്തിലും ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പൊ ലോകമാന്യം അഥവാ റിയാ, ഞാൻ മറ്റൊരാൾ കാണാൻ വേണ്ടി നിസ്കരിക്കുകയോ ഇബാദത്തെടുക്കുകയോ ചെയ്യുകയാണെങ്കിൽ
അള്ളാഹുവിന്റെ സംതൃപ്തി എന്നതിൽ മറ്റൊരാളെ പങ്കാളിയാക്കുക എന്ന ഭാഷാപരമായ പ്രയോഗത്തിൽ ഷിർക്ക് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഷിർക്കുൽ അസ്ഗർ, ആ ഷിർക്കുൽ അസ്ഗർ എന്നതാണ് ഷഹ്വത്തുൽ ഖഫിയ എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. അഥവാ നമ്മൾ ഒറ്റയ്ക്ക് നിസ്കരിക്കുമ്പോൾ ഒരു ഭാവവും കൂടുതൽ ആളുണ്ടാകുമ്പോൾ പിന്നെ അവരെ കൂടെ പരിഗണിച്ചുകൊണ്ട് ഒന്ന് ഉഷാറാക്കുക, അതല്ലെങ്കിൽ ഒന്നുകൂടെ കൂടുതൽ എഫക്റ്റീവാകുന്ന രൂപത്തിൽ നിർവഹിക്കുക എന്ന ഒരു അവസ്ഥ വരിക എന്നതാണ് റിയാ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതേ ഇതുകൊണ്ട് ഉദ്ദേശിക്കേണ്ടതുള്ളൂ. പ്രവാചകൻ തന്നെ വളരെ വ്യക്തമായി ശിർക്ക് വെക്കുന്നത് ഞാൻ ഭയപ്പെട്ടിട്ടില്ല എന്ന് സഹീഹുൽ ബുഖാരി വിശദീകരിക്കുന്നു. ഉസ്താദ് നേരത്തെ ഞാൻ ചോദിച്ച ചോദ്യത്തിന് പറയുകയുണ്ടായി, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഷിർക്ക് പേടിച്ചിട്ട് തന്നെ ഇല്ല. എൻ്റെ സമൂഹത്തിൽ, എൻ്റെ ഉമ്മത്തിൽ ഷിർക്കിനെ പേടിച്ചിട്ടില്ല. അങ്ങനെയാണെങ്കിൽ കബീലകളിൽ നിന്ന്, എൻ്റെ സമൂഹത്തിന്റെ കബീലകളിൽ നിന്ന് ലാത്തയെയും ഉസ്സയെയും ഒരു വിഭാഗം ആരാധിക്കുന്നത് വരെ ഖിയാമത്ത് നാൾ അടുക്കുകയില്ല. അപ്പോൾ നേരത്തെ ഷിർക്കിനെ ഞാൻ ഭയപ്പെടുന്നില്ല എന്ന് ബുഖാരി എന്നാണ് തോന്നുന്നത് ഉസ്താദ് ഉദ്ധരിച്ചതെങ്കിൽ ഈ രണ്ട് ഹദീസുകളെ നിങ്ങൾ എങ്ങനെ വിശദീകരിക്കും? ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഹദീസ് സഹീഹുൽ ബുഖാരിയിൽ ഉള്ളതാണ്. പിന്നെ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന്റെ മറുപടി യഥാർത്ഥത്തിൽ നിങ്ങൾ ആദ്യം ഓതിയ ഹദീസിൽ തന്നെയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്റെ ഉമ്മത്തിൽ ശിർക്ക് സംഭവിക്കുന്നത് ഞാൻ ഭയപ്പെടുന്നില്ല എന്ന് പറയാൻ കാരണം ലാ തജ്അൽ ഖബരി വസനൻ യുഅബദു എന്ന് അള്ളാഹുവോട് ചോദിച്ച ദുആക്ക് ഇജാബത്തുണ്ടാകും എന്ന് ഉറപ്പിച്ചതുകൊണ്ടാണ്. കാരണം എന്റെ ഖബർ ഇബാദത്ത് ചെയ്യപ്പെടുന്ന സ്ഥലം, എനിക്ക് ഇബാദത്ത് ചെയ്യപ്പെടുന്ന അതല്ലെങ്കിൽ ബിംബമാക്കപ്പെടുന്ന സ്ഥലം ആകരുത് എന്ന് അള്ളാഹുവോട് ദുആ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിച്ചിട്ടുണ്ട് എന്ന് ഉറപ്പിക്കുന്ന പ്രവാചകരെ സംബന്ധിച്ചിടത്തോളം ഇനി എനിക്ക് പേടില്ല, എൻ്റെ അള്ളാഹു എന്നെ ആരാധിക്കപ്പെടുന്ന അവസ്ഥയിൽ നിന്നും മാറ്റും. അതുകൊണ്ടാണ് ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു ഹദീസ് ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഖിയാമത്ത് നാളിലെ ശഫാഅത്തിന്റെ ഹദീസ് വിശദീകരിച്ച് ഓരോ പ്രവാചകന്മാരുടെ അടുക്കിലേക്ക് പോകും എന്ന് പറയുമ്പോൾ ഈസാ നബി അലൈഹിസ്സലാമിന്റെ അടുക്കലേക്ക് ശഫാഅത്ത് ആഗ്രഹിച്ചു പോകുന്ന ആളുകളുടെ സംഭവം വിവരിക്കുന്നിടത്ത് പ്രവാചകൻ അന്ന് സംഭവിക്കുന്ന അന്നത്തെ ഈസാ നബിയുടെ പ്രതികരണം മുമ്പ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അഥവാ ഈസാ നബിയോട് കുറെ ആളുകൾ ചെന്ന് ശഫാഅത്ത് ചെയ്യണം എന്ന് പറയുമ്പോൾ ഈസാ നബി പറയുന്നത്, ഇന്നി ഉബിത്തു മിൻ ദൂനില്ല ലാക്കിൻ ഇഖ്തു മുഹമ്മദ, ഞാൻ അള്ളാഹുവിനെ കൂടാതെ ഇബാദത്ത് എടുക്കപ്പെട്ടവനിൽപ്പെട്ടതാണ്. അഥവാ എന്റെ രൂപമുണ്ടാക്കി, കുരിശുണ്ടാക്കി, അതല്ലെങ്കിൽ എന്റെ രൂപങ്ങളുണ്ടാക്കി, പ്രതിമകളുണ്ടാക്കി എന്നെ ഇബാദത്ത് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ലാക്കിൻ എന്നാൽ ഇബാദത്ത് ചെയ്യപ്പെടുക എന്ന അവസ്ഥ ഇല്ലാത്തത്. ലാക്കിൻ എന്നാൽ പണ്ഡിതന്മാർക്കൊക്കെ അറിയാം ഇസ്തിദ്റാഖാണ്. അപ്പോൾ അതിന്റെ വിഷയങ്ങൾ എന്തൊക്കെ വിശദീകരിക്കണം, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഈത്തു മുഹമ്മദ, ആ വിഷയമില്ലാത്തത് മുഹമ്മദ് നബിയാണ്. അതുകൊണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കിലേക്ക് പോകും. മുഹമ്മദ് നബിയെ ഇസ്തിഗാഥ ചെയ്യപ്പെടുക എന്നുള്ളത് 14 നൂറ്റാണ്ടുകളിലും സംഭവിച്ചതാണ്. എന്നിട്ടും പ്രവാചകർ പറയുകയാണ്, ഈസാ നബി ഇങ്ങനെ പറയും. എങ്ങനെ പറയും? ഈസാ നബി ഇബാദത്തെടുക്കപ്പെട്ടിട്ടുണ്ട്. അതിന്റെ വ്യംഗ്യാർത്ഥം മുഹമ്മദ് നബി ഇബാദത്തെടുക്കപ്പെട്ടിട്ടില്ല. അപ്പൊ ഇസ്തിഗാഥ ചെയ്യുക എന്നുള്ളത് ഇബാദത്തിന്റെ പരിധിയിൽ വരികയില്ല എന്നും മുഹമ്മദ് നബി മഅബൂദാവുകയില്ല എന്നതും, അതുപോലെ ഈസാ നബി അലൈഹിസ്സലാമാണ് മഅബൂദായത്, അതുകൊണ്ടാണ് ഇങ്ങോട്ട് റഫർ ചെയ്യാനുള്ള കാരണമെന്നതും സഹീഹായ ഹദീസിൽ, അൽബാനി അടക്കം സഹീഹാക്കിയ ഹദീസാണ്, ഇമാം തുർമുദി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഏതായിരുന്നാലും ഒന്നതാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. രണ്ടാമത് നിങ്ങൾ പറഞ്ഞ ആ ഹദീസിൽ ലാത്തയെയും ഉസ്സയെയും ഇബാദത്തെടുക്കുന്ന ഒരു സമൂഹം എന്റെ ഉമ്മത്തിൽ വരും എന്ന് പറഞ്ഞത് അങ്ങനെ യഥാർത്ഥത്തിൽ പ്രവാചകർ പറഞ്ഞതായിട്ടൊരു ഹദീസിലുള്ളവർ കണ്ടിട്ടില്ല. നേരെ മറിച്ച് അബൂ ദാവൂദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത കിതാബുൽ ഫിത്നിലെ ഹദീസാണ്. ഈ ഹദീസിൽ ഉള്ളത് അവർ ഇബാദത്തെടുക്കുമെന്നോ ശിർക്ക് ചെയ്യുമെന്നോ ലാത്തയെയും ഉസ്സയെയും ഇബാദത്തെടുക്കുമെന്നല്ല. നേരെ മറിച്ച് അതിലുള്ളത് അങ്ങനെ ഇബാദത്തെടുക്കുന്ന ഒരു സമൂഹത്തോട് സഹചാരിത്വം പങ്കിടുക എന്നതാണ്. ആ ഹദീസ് സഹീഹാണെങ്കിൽ തന്നെ അതിന്റെ സിഹത്ത്, ളുഅഫ്, സ്വീകാര്യതയൊക്കെ നോക്കിയിട്ടായിരിക്കും വന്നിരിക്കുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഏതായിരുന്നാലും അതും കൂടെ നോക്കുന്നത് നല്ലതാണ്.
ഈ ഹദീസിനെ സംബന്ധിച്ചിടത്തോളം ശിർക്ക് വെക്കും എന്നില്ല. ശിർക്ക് വെക്കുന്ന ഒരു സമൂഹത്തിൽ സഹചാരിത്വം പങ്കിടുക എന്ന വിഷയമേ ഉള്ളൂ. അതുകൊണ്ട് രണ്ട് ഹദീസും തമ്മിൽ വൈരുദ്ധ്യം ഇല്ല, വൈവിധ്യമാണ് ഉള്ളത് എന്ന് മനസ്സിലാക്കണം. ഇപ്പോ ഇബാദത്തിനെ സംബന്ധിച്ചാണ് നിങ്ങൾ സംസാരിച്ച് വിശദീകരിക്കുകയുണ്ടായി. അത് വളരെ ഈസാ നബി അലൈഹി ഇസ്ലാമിൻ ആ പറഞ്ഞ സംഭവം, നേരത്തെ ഞാൻ ഉദ്ധരിച്ച ഹദീസിന് മറുപടി പറയുന്നതിൽ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു സംഭവം. നിങ്ങൾ എന്നെ ആരാധിക്കപ്പെട്ടു, മുഹമ്മദ് നബി ആരാധിക്കപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞ സംഭവം. അപ്പോൾ ഇനി ഒരു വിഷയം കൂടി ഈ വിഷയത്തിൽ ഒന്ന് സംശയം തീർത്താൽ വിഷയത്തിലേക്ക് നമുക്ക് ഇസ്തിഗാസ എന്ന വിഷയത്തിലേക്ക് ശരിക്കടക്കാൻ പറ്റും. എന്താണ് ആദരവ്, ആരാധന? ഇത് തമ്മിലുള്ള വ്യത്യാസം എന്ത്? ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ മക്ക മുശ്രിക്കീങ്ങൾ കാബാലയത്തെ ആദരിച്ചിട്ടുണ്ട്, അജറുൽ അസ്വദിനെ ആദരിച്ചിട്ടുണ്ട്. തൻ്റെ പിതാവിനെ കൊന്ന ആളെ വരെ കാബാലയത്തിൻ്റെ മുന്നിൽ വെച്ച് കണ്ടാൽ കാബാലയത്തിനോടുള്ള ആദരവ് മൂലം അവർ എന്ത് ചെയ്തിട്ടില്ല, പിതാവിൻ്റെ ഘാതകനെ അവിടെ തിരിച്ചടിക്കുന്നൊരു സ്വഭാവമില്ലായിരുന്നു. എന്നാൽ കാബാലയത്തിന്റെ ഉള്ളിൽ പ്രതിഷ്ഠിച്ച ലാത്ത, ഉസ്സ തുടങ്ങിയ മഹാത്മാക്കളെയും ബിംബങ്ങൾ, അവരുടെ പേരിൽ പ്രതിഷ്ഠിച്ച ബിംബങ്ങളെയും അവർ ആദരിച്ചിട്ടുണ്ട്. ഈ കാബാലയത്തിനെയും അജറുൽ അസ്വദിനെയും ആദരിച്ചതിനെ ആരാധിച്ചു എന്ന് ഖുർആൻ പറഞ്ഞിട്ടില്ല. എന്നാൽ ഉള്ളിൽ ഉള്ള ഈ മഹാത്മാക്കളുടെ പ്രതിമകളെ അവർ ആദരിച്ചതിനെ ആരാധിച്ചു എന്ന് ഖുർആൻ പറയുന്നു. എവിടെയാണ് ഇവ തമ്മിലുള്ള വൈരുദ്ധ്യം? ഈ ഒരു ചോദ്യത്തിൻ്റെ മറുപടിയാണ് ഈ വിഷയത്തിൽ വളരെ പ്രസക്തമായി നാം മനസ്സിലാക്കേണ്ടത്. ആദരവ് എന്താണ്? ആദരവ് എപ്പോൾ ആരാധനയാകുന്നു? ആരാധന എന്നുള്ളത് എപ്പോഴാണ് ആദരവ് കേവല ആദരവായി പരിചയപ്പെടുത്തപ്പെടൽ? ഈ വിഷയം മനസ്സിലാക്കൽ അനിവാര്യമാണ്. യഥാർത്ഥത്തിൽ മക്ക മുശ്രിക്കുകളെ കുറിച്ച് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ഖുർആനും വളരെ വ്യക്തമായി കൊണ്ടു തന്നെ അവരുടെ വിശ്വാസം എന്താണ് എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അവരുടെ വിശ്വാസം വ്യക്തമാക്കിയതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം എപ്പോഴാണ് ആദരവ്, എപ്പോഴാണ് ആരാധന. ഒരു വ്യക്തി, അർപ്പിക്കുന്ന വ്യക്തി, അർപ്പിക്കപ്പെടുന്ന ശക്തിയെക്കുറിച്ചുള്ള വിശ്വാസം എന്താണ് എന്നതാണ് ആദരവ്, ആരാധനയുടെ മാനദണ്ഡമായി കിടക്കുന്നത്. മക്കയിലെ മുശ്രിക്കുകൾ കഅബയെ ബഹുമാനിച്ചു, ആദരിച്ചു. ഹജറുൽ അസ്വദിനെ ഒരർത്ഥത്തിൽ ആരാധിച്ചു, അതല്ലെങ്കിൽ ആദരിച്ചു. ഉള്ളിലുള്ള ബിംബങ്ങളെ ഏതായിരുന്നാലും ആരാധിച്ചു. ഈ കഅബയോടുള്ള ആദരവ് ആദരവായി പരിചയപ്പെടുത്തി, അതല്ലെങ്കിൽ അതിനെ ആരാധനയായി പരിചയപ്പെടുത്തിയില്ല. ഉള്ളിലുള്ള ബിംബങ്ങളെ ആരാധിച്ചതിനെ ആരാധനയായി പരിചയപ്പെടുത്തുകയും ചെയ്തു. എന്താണ് വ്യത്യാസം? അത് നമുക്ക് വളരെ ലളിതമായി മനസ്സിലാക്കാം. ഇന്ന് നമ്മുടെ നാട്ടിലെ സഹോദരന്മാർ അവരുടെ ആരാധനാലയങ്ങളെ പ്രദക്ഷിണം ചെയ്യാറുണ്ട്. മുസ്ലിം സമൂഹം അവരുടെ ആരാധനാലയമായ കഅബാലയത്തെയും പ്രദക്ഷിണം ചെയ്യാറുണ്ട്. മുസ്ലിം സമൂഹം ഹജറുൽ അസ്വദിനെ ആദരിക്കുന്നു. മറ്റു സമൂഹം അവരുടെ ശിലകളെ ആരാധിക്കുന്നു. ഇവിടെ ഒരു ആരാധനാലയത്തെ വലം വെക്കുന്ന വ്യക്തിയുടെ കഅബയല്ലാത്ത ആരാധനാലയങ്ങളെ, അതല്ലെങ്കിൽ അമ്പലം, നമുക്ക് അങ്ങനെ തന്നെ പറയാം, അമ്പലത്തെ ഒരാൾ പ്രദക്ഷിണം ചെയ്യുമ്പോൾ, ഒരു ഹൈന്ദവ സഹോദരൻ പ്രദക്ഷിണം ചെയ്യുമ്പോൾ ഉള്ള വികാരം അല്ല ഒരു കഅബ പ്രദക്ഷിണം ചെയ്യുന്ന വ്യക്തിക്കുള്ളത്. ഒരു ശിലയെ ആദരിക്കുന്ന വികാരമല്ല ഹജറുൽ അസ്വദിനെ ആദരിക്കുമ്പോഴുള്ളത്. അഥവാ ഒന്ന്, അർപ്പിക്കുന്ന വ്യക്തി അർപ്പിക്കപ്പെടുന്ന ശക്തിയെക്കുറിച്ച് ഇലാഹാണെന്നോ ഇലാഹിന്റെ വീക്ഷണങ്ങൾ ഉണ്ടോ എന്നോ വിശ്വസിക്കുന്നു. കഅബാലയത്തിന്റെ ഉള്ളിലുള്ള ലാത്തയാവട്ടെ ഉസ്സയാവട്ടെ അള്ളാഹുവിന്റെ പെൺമക്കളാണെന്നോ അല്ലെങ്കിൽ പെൺമക്കളുടെ പ്രതീകമാണെന്നോ ആരാധനയ്ക്ക് അർഹതയുണ്ടെന്നോ അവർ വിശ്വസിച്ചു. കഅബയെക്കുറിച്ച് അങ്ങനെ വിശ്വസിച്ചില്ല. അപ്പോൾ ഒന്ന് ആരാധനയാവാനുള്ള കാരണം ഈ ആദരിക്കപ്പെട്ട ശക്തിയെക്കുറിച്ച് ഇലാഹാണ്, അതല്ലെങ്കിൽ ആരാധിക്കപ്പെടേണ്ടതാണെന്ന് വിശ്വസിച്ചു. മറ്റേത് കേവല ആദരവാണ് എന്നുള്ളത് വിശ്വസിച്ചു. ആ വിഷയമാണ് ഇവിടെയുമുള്ളത്. കഅബാലയത്തിനെ ബഹുമാനിക്കുന്നതും ഹജറുൽ അസ്വദിനെ ആദരിക്കുന്നതും ഉള്ളിലുള്ള ബിംബങ്ങളെ ആദരിച്ചതും വ്യത്യസ്തമാണ് നിങ്ങൾ നേരത്തെ സംസാരിച്ചത്.
എന്നാൽ ഈ ബിംബങ്ങൾ ലാത്ത ഉസ്സ എന്ന മഹാന്മാരെ ആണോ അവർ ഉള്ളിൽ പ്രതിഷ്ഠിച്ചത്? അതല്ല അള്ളാഹുവിന്റെ സന്താനങ്ങൾ എന്നോ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ഭാര്യമാര് ഇങ്ങനെ ആയുള്ള സങ്കല്പത്തിലാണോ ഈ ബിംബങ്ങളെ അവർ കണ്ടത്? അല്ല, ഇപ്പൊ മഹാന്മാർ ഒരുപാട് വിഷയം, ലാത്ത വലിയൊരു മഹാനായിരുന്നു എന്ന് അഭിപ്രായം പറയുന്നു, ഉസ്സ മഹാനായിരുന്നു പറഞ്ഞു. ഈ മഹാന്മാരെ അവരുടെ സഹായിക്കും എന്ന അർത്ഥത്തിലാണോ? ഏതാണ് ഇത് തമ്മിലുള്ള ഒരു വിശദീകരണം താല്പര്യപ്പെടുന്നു? മക്കാ മുശ്രിക്കുകൾ ലാത്തയെയോ ഉസ്സയെയോ അതല്ലെങ്കിൽ ലാത്തയെയോ ഉസ്സയെയും ആരാധിക്കുന്ന ആളുകൾ, അത് മക്കയിലുള്ളവരാവട്ടെ മദീനയിലുള്ളവരാവട്ടെ ആരാവട്ടെ, അവര് ആരാധിച്ചത് സ്വാലിഹീങ്ങളായ മഹാരഥന്മാരാണ് എന്ന നിലക്കല്ല. നേരെ മറിച്ച് ഖുർആനിൽ സൂറത്തു നജ്മിലും സഹീഹുൽ ബുഖാരിയിൽ കിതാബുൽ മഗാസിയിലൊക്കെ വളരെ വ്യക്തമാണ്, അതുപോലെ കിതാബു തൗഹീദിലൊക്കെ കാണാം, അള്ളാഹുവിന്റെ പെൺമക്കളാണ്, ബനാത്തുള്ളയാണ് എന്ന നിലക്കാണ് ഇവര് ഇബാദത്തെടുത്തതും ആരാധിച്ചതും. മഹാനാണ് എന്ന നിലക്കാണ് ഇവരെ ഇബാദത്തെടുത്തതും ആരാധിച്ചതും എന്ന പ്രചരണം അത് വാസ്തവ വിരുദ്ധമാണ്, അത് പ്രമാണബദ്ധിതം അല്ല. നേരെ മറിച്ച് അവർ ഇബാദത്തെടുത്തത്, ലാത്തയെ ആരാധിച്ചത്, ഉസ്സയെ ആരാധിച്ചത്, അത് യഥാർത്ഥത്തിൽ അത് ഒരു മഹാനാണ് എന്നോ അതല്ലെങ്കിൽ മറ്റുള്ള നിലക്കോ അല്ല, അള്ളാഹുവിന്റെ പെൺമക്കളാണ്, ബനാത്തുള്ളയാണ് എന്ന നിലക്കാണ്. ഇതാണ് നിങ്ങളിപ്പോൾ ഈ പറഞ്ഞ വിശദീകരണമെങ്കിൽ ലോക പ്രശസ്തമായ ഖുർആൻ വ്യാഖ്യാതാവ് ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ മഹാന്മാരായ ആളുകളുടെ ഖബറുകൾ ചെന്നിട്ട് വിളിക്കുന്നതിനെ സംബന്ധിച്ചും അവരുടെ തൊട്ടുമുത്തി നടക്കുന്ന ഈ ചില സൂഫി വിഷയങ്ങളെ സംബന്ധിച്ചും അത് ഷിർക്കിലേക്ക് പോകും എന്ന് പറഞ്ഞതായി ഞാൻ വ്യക്തമായി ഉദ്ധരണി കയ്യില്ലാത്തതുകൊണ്ട് പറഞ്ഞതായി ഓർക്കുന്നു. ഈ ഇമാം റാസിന്റെ കാഴ്ചപ്പാടിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? ഇമാം റാസി റളിയല്ലാഹു അൻഹു ഇസ്തിഗാഥ ചെയ്യുന്നതിനെയോ അതല്ലെങ്കിൽ ഖബറിനെ ബഹുമാനിക്കുന്നതിനെയോ ആദരിക്കുന്നതിനെയോ വിമർശിച്ചിട്ടില്ല. ഇമാം റാസി റളിയല്ലാഹു അൻഹു സൂറത്തുൽ ബഖറയിലെ ഒരായത്ത് വിശദീകരിച്ചുകൊണ്ട് വളരെ വ്യക്തമായി പറയുന്നു, കാനൂ യുഅള്ളിമൂന ഖുബൂറ ശുഹദാഇ, മഹാരഥന്മാരുടെ ഖബറുകളെ ആദരിക്കാറുണ്ട്, ബഹുമാനിക്കാറുണ്ട്, വന്ദിക്കാറുണ്ട്, അത് വിശ്വാസികളുടെ ലക്ഷണമാണ്. അതേ ഇമാം റാസി റളിയല്ലാഹു അൻഹു സൂറത്തു അലം നസ്റഹ് എന്ന സൂറത്തിലും വളരെ വ്യക്തമായി കൊണ്ട് തന്നെ ഖബറിനെ ബഹുമാനിക്കുന്നതിനെയും ആദരിക്കുന്നതിനെയും ഒക്കെ വിശദീകരിച്ച് തന്നിട്ടുണ്ട്. ഈ ഇമാം റാസി ഒരിക്കലും സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരുടെ പ്രവണതയെ വിമർശിക്കുകയില്ല എന്നുള്ളത് ഉറപ്പാണ്. കാരണം ഇമാം റാസി സുന്നത്ത് ജമാഅത്തിന്റെ സജീവ പ്രവർത്തകനാണ്. പിന്നെ എന്താണ് വിമർശന വിധേയമായി വിമർശകർ ഉന്നയിക്കാറുള്ളത്? അത് സൂറത്ത് യൂനുസിലെ ഒരായത്ത് വിശദീകരിച്ച് ഇമാം റാസി ഒരു വിഭാഗത്തിന്റെ കീഴ്വഴക്കത്തെക്കുറിച്ച് ഉണർത്തുന്നതായി കാണാം. وَنَظِيرُهُ فِي هَذَا الزَّمَانِ بِتَعْظِيمِ قُبُورِ الْأَكَابِرِ عَلَى اعْتِقَادِ عَلَى أَنَّهُمْ إِذَا عَظَّمُوا قُبُورَهُمْ يَكُونُوا شُفَعَاءَ എന്നുള്ള ഒരു അർത്ഥത്തിലുള്ള ഒരു ഇബാറത്ത്. അഥവാ മുമ്പ് ബിംബങ്ങളെ ഇബാദത്തെടുക്കുന്ന ഒരു സമൂഹത്തെ വിശദീകരിച്ചിട്ട് അവരുടെ അതേ മെന്റാലിറ്റിയുള്ള ഒരു സമൂഹം ഈ കാലഘട്ടങ്ങളിലും ഉണ്ട്. എന്നിട്ട് ബിതഅളീമി ഖുബൂരിൽ മുഅ്മിനീന എന്നോ അതല്ലെങ്കിൽ അംബിയായി എന്നോ അല്ല അവിടെ പറഞ്ഞിട്ടുള്ളത്. ബിതഅളീമി ഖുബൂരിൽ അകാബിരി, അവരുടെ കൂട്ടത്തിലുള്ള വലിയ ആളുകളുടെ ഖബറുകൾ ബഹുമാനിക്കും, വന്ദിക്കും. എന്തിനാണ് വന്ദിക്കുന്നത്? ഈ ഖബറിനെ വന്ദിക്കുമ്പോൾ അവർക്ക് ശുഫാഅവും ശഫാഅത്ത് ചെയ്യും എന്ന വിശ്വാസം അവർക്കുണ്ട്. അതാണ് ഇവിടെ നളീർ എന്ന പ്രയോഗം തന്നെ ഇബാദത്ത് എന്ന വിഷയം മുമ്പ് കഴിഞ്ഞതുകൊണ്ട് ഇബാദത്തിന്റെ പരിധിയിൽ നിന്ന് ഖബറുകളെ ആദരിക്കുന്നതിനെ കുറിച്ച്, ഖബറുകളെ ബഹുമാനിക്കുന്നതിനെ കുറിച്ചാണ്. ഈ സമൂഹം ആരാണ് എന്ന് ഇത്തിഖാദുൽ മുശ്രിക്കീൻ എന്ന ഗ്രന്ഥത്തിലും അതുപോലെ ഫിറഖുൽ മുശ്രിക്കീൻ എന്ന ഗ്രന്ഥത്തിലും ഇമാം റാസി തന്നെ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അഥവാ ബിംബങ്ങൾ ഉണ്ടാക്കി, രൂപങ്ങൾ ഉണ്ടാക്കി ഖബറിന്റെ ഉള്ളിലുള്ള ആളുകളെ ഒരു ആരാധനാ വീക്ഷണത്തോടുകൂടെ സമീപിച്ച വിഭാഗങ്ങളാണ് ഇവര് എന്ന് വളരെ വ്യക്തമായി ബഹുമാനപ്പെട്ടവർ തന്നെ ഉണർത്തിയിട്ടുണ്ട്. മാത്രമല്ല ഖബറിനെ ബഹുമാനിക്കും, ഖബറിലുള്ള മഹാത്മാക്കളെ ബഹുമാനിക്കലും ആദരിക്കലും അത് സുന്നത്ത് ജമാഅത്തിന്റെ അഖീദയുടെ പരിധിയിൽ തന്നെ ബഹുമാനപ്പെട്ടവർ വിശദീകരിച്ചിട്ടുണ്ട്. നിങ്ങളിപ്പോ ഈ പറഞ്ഞ ഇബാറത്തിൽ ഇപ്പോൾ ഉദ്ധരിച്ചല്ലോ ഇമാം റാസിന്റെ, ഏത് ഇബാറത്തിന്റെ ഭാഗം കൊണ്ടാണ് ഇന്ന് സുന്നികൾ ചെയ്യുന്ന പരിപാടിയിൽ നിന്ന് പുറത്തു പോകും നിങ്ങൾ പറയുന്നത്? നിങ്ങൾ വായിച്ചത്, നിങ്ങൾ മുഴുവനായി ഇബാറത്തെ കണ്ടില്ല, നിങ്ങൾ പറഞ്ഞത് ഒരു ഉദാഹരണം ഇമാം റാസി പറയുന്നത് ഖബറുകൾ അവർ ബഹുമാനിക്കും അല്ലേ? ഇവിടെ എവിടെ നമ്മളും ചെയ്യുന്ന അതാണ്.
മഹാന്മാരുടെ കബറുകൾ ചെല്ലുന്നു, വന്നിക്കുന്നു, അവിടെ കാര്യങ്ങൾ പറയുന്നു, തൊട്ടുമുത്തുന്നു. ഈ കാര്യങ്ങൾ അടിസ്ഥാനപരമായി എവിടെയാണ് വേർതിരിയുന്നത്? ഞങ്ങൾ സാധാരണക്കാർക്ക് മനസ്സിലാവാനാണ് ഈ ചോദിക്കുന്നത്. എവിടെയാണ് ഇവിടെ അടിസ്ഥാനമായി വിഷയം വേർതിരിയുന്നത്? അടിസ്ഥാനപരമായി വിഷയം വേർതിരിയുന്നത്, ഒരു വിഭാഗം ആളുകൾ മരിച്ചവർ ആരാവട്ടെ, അല്ലെങ്കിൽ ഉള്ളതാവട്ടെ, സങ്കല്പിക്കപ്പെടുന്നതാവട്ടെ, എന്തോ ആവട്ടെ, ഒരു ഖബറുണ്ടാക്കി ആ ഖബറിന്റെ ഉള്ളിൽ അടക്കം ചെയ്യപ്പെട്ടത് ഇന്ന ആളാണ് എന്ന് ധരിപ്പിക്കുന്ന രൂപത്തിൽ ഒരു രൂപമുണ്ടാക്കുകയും എന്നിട്ട് ആ രൂപത്തിന് ദിവ്യത്വം കൽപ്പിക്കുകയും ആ രൂപത്തിന് അള്ളാഹുവിന് കൽപ്പിക്കേണ്ട വിശേഷണങ്ങൾ കൽപ്പിക്കുകയോ അതല്ലെങ്കിൽ പിന്നെ ഇബാദത്തിന് അർഹതയുണ്ട് എന്ന് വിശ്വസിക്കുകയോ ചെയ്യുന്ന ഒരു അവസ്ഥ ആ വിഭാഗങ്ങൾക്ക് ഉണ്ടായിരുന്നു. അത് അൽ ബിദായത്തു വന്നിഹായയിൽ നൂഹ് നബി അലൈഹി സ്വലാമിന്റെ വിഷയം വിശദീകരിക്കുന്നിടത്തും ഇതിന്റെ ഏകദേശ രൂപങ്ങൾ കാണാം. അത് വളരെ വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിന്റെ ഡിഫറന്റ് സുന്നികൾ ഇവിടെ കടക്കുന്ന മഹാരഥന്മാരെ സമീപിക്കുകയോ അതല്ലെങ്കിൽ അവരോട് ഇസ്തിഗാസ ചെയ്യുകയോ അതല്ലെങ്കിൽ അതിന്റെ അടുത്ത് നിന്ന് ഖുർആൻ ഓതുകയോ അതല്ലെങ്കിൽ ബഹുമാനിക്കുകയോ ചെയ്യുക എന്നത് അത് പ്രമാണം കൊണ്ട് സ്ഥിരപ്പെട്ട അടിസ്ഥാനത്തിലും മറ്റുള്ള വിഭാഗങ്ങൾ ആരാധനാ മനോഭാവത്തോടുകൂടെ ഖബറുകളെ കണ്ടു എന്ന കാരണത്താലും ആണ് ഇവിടെ വ്യക്തമാക്കുന്നത്. അഥവാ ഒന്ന് തൗഹീദാകുന്നു, ഒന്ന് ശിർക്കാവുന്നു. ഇതാണ് അതിന്റെ മാനദണ്ഡം. ഇപ്പോ തൗഹീദ്, ഇബാദത്ത് എന്നീ രണ്ട് വിഷയങ്ങളെ സംബന്ധിച്ച് ഒരുവിധം ലളിതമായ രീതിയിൽ നാം ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയുണ്ടായി. എന്നാൽ ഇനി ഏറ്റവും അധികം വിമർശനത്തിന് വിധേയമാകുകയും സാധാരണക്കാരെ സംശയത്തിന്റെ മുനയിൽ നിർത്തുകയും ചെയ്യുന്നതാണ് ഈ ഇസ്തിഗാസ എന്ന വിഷയം. എന്താണ് ഇസ്തിഗാസ? എന്തിനാണ് ഇസ്തിഗാസ? കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് പറയുന്നു, നിങ്ങളുടെ ചെരുപ്പിന്റെ വാറ അറ്റാൽ വരെ അള്ളാഹുവിനോട് ചോദിക്കണം, എല്ലാം അള്ളാഹുവിനോട് ചോദിക്കണം. പിന്നെ എവിടുന്ന് വന്നു ഈ മഹാന്മാരോട് ചോദിക്കുക എന്നുള്ള? എന്തിന്? എന്താണ് ഇസ്തിഗാസ എന്ന് ആദ്യം പറയണം. എന്തിനാണ് ഇസ്തിഗാസ? എന്നാലാണ് നമുക്ക് അത് സംബന്ധമായ ചോദ്യങ്ങളിൽ കടക്കാൻ പറ്റും. എന്താണ് ഇസ്തിഗാസ? എന്തിനാണ് ഇസ്തിഗാസ? ഇസ്തിഗാസ എന്നാൽ ത്വലബുൽ ഗൗസ്, സഹായത്തെ ചോദിക്കുക, അർത്ഥിക്കുക എന്നതൊക്കെയാണ്. സാങ്കേതിക ഭാഷയിൽ ഇന്ന് ചർച്ചയ്ക്ക് വിധേയമാക്കുന്ന ഇസ്തിഗാസയുടെ നിർവചനം അടിമയും മഹാനുമാണ് എന്ന വിശ്വാസത്തോടെ അംബിയ ഔലിയാക്കൾക്ക് നൽകപ്പെടുന്ന മുഅ്ജിസത്ത് കറാമത്ത് അടിസ്ഥാനത്തിൽ നടത്തപ്പെടുന്ന സഹായാർത്ഥനക്ക് ഇസ്തിഗാസ എന്ന് വേണമെങ്കിൽ അതിവ്യാപ്തിയോ അവ്യാപ്തിയോ കൂടാതെ പരിചയപ്പെടുത്തുമ്പോൾ അതിനെക്കുറിച്ച് വിശദീകരിക്കാം. അപ്പൊ ഇസ്തിഗാസ എന്നാൽ അതാണ്. എന്തിനാണ് ഇസ്തിഗാസ? ഈ ലോകം മുഴുവനും പടച്ചതും എല്ലാ അനുഗ്രഹങ്ങളും ഇവിടെ നൽകുന്നതും അല്ലാഹുവാണ്. അലാ ലഹുൽ മുൽക്കു, അല്ലാഹുവിനാണ് എല്ലാ അധികാരം, അല്ലാഹുവിനാണ് എല്ലാ നിയന്ത്രണങ്ങളും, എല്ലാ അനുഗ്രഹങ്ങളും. വമാ ബികും മിൻ നിഅമത്തിൻ ഫമിനല്ലാഹ്, ഏത് അനുഗ്രഹവും അല്ലാഹുവിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ ഒരു വിശ്വാസിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ചെറുതും വലുതുമായ മുഴുവൻ അനുഗ്രഹങ്ങളും അല്ലാഹുവിൻ്റെതാണ്. അതുകൊണ്ടാണ് പ്രവാചകർ പറഞ്ഞത്, ഇദാ സഅൽത ഫസ്അലില്ലാ, എന്ത് ചോദിക്കുമ്പോഴും അല്ലാഹുവോട് ചോദിക്കണം. ഇദസ്തഅൻത ഫസ്തഇൻ ബില്ലാ, എന്ത് സഹായാർത്ഥനയും അല്ലാഹുവോടാവണം എന്ന് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഈ അല്ലാഹു പ്രപഞ്ച സൃഷ്ടികൾക്ക് നൽകപ്പെടുന്ന അനുഗ്രഹങ്ങൾ, നാം ആർജിച്ചെടുക്കുന്ന അനുഗ്രഹങ്ങൾ, അതിന് ചില കാരണങ്ങൾ അല്ലാഹു വെച്ചിട്ടുണ്ട്. ചക്ക ലഭിക്കണമെങ്കിൽ പ്ലാവ്, തേങ്ങ ലഭിക്കണമെങ്കിൽ തെങ്ങ്, അതിൻ്റെതായ മാധ്യമങ്ങളുണ്ട്. അത് ഭൗതികമായ നിലക്കുമുണ്ട്, അഭൗതികമായ നിലക്കും അല്ലാഹു ഒരുപാട് അനുഗ്രഹങ്ങൾക്കുള്ള വഴി മാർഗം നമുക്ക് കാണിച്ചു തരുന്നു. ഈ മാർഗങ്ങളോടുള്ള സമീപനമാണ് ഇസ്തിഗാസ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ എന്തിനാണ് ഇസ്തിഗാസ? അള്ളാഹുവിന്റെ അനുഗ്രഹം അള്ളാഹു കൊടുത്തുവിട്ട മാർഗത്തിലൂടെ സ്വീകരിക്കുകയും സമീപിക്കുകയും ചെയ്യുക എന്നത് അനിവാര്യമായതുകൊണ്ടാണ് ആ ഇസ്തിഗാസ നമുക്കിവിടെ പ്രസക്തമായി തീരുന്നത്. അപ്പൊ അള്ളാഹുവിന്റെ അനുഗ്രഹം ലഭിക്കണം. അള്ളാഹുവോട് ഭക്ഷണം ചോദിക്കുന്നു,
നാം സാധാരണമാവട്ടെ അല്ലാത്തതാവട്ടെ നാം ഭക്ഷണം വാങ്ങിക്കുന്നു. അള്ളാഹുവോട് വെള്ളം ചോദിക്കുന്നു, വെള്ളത്തിനുള്ള മാർഗം നാം സ്വീകരിക്കുന്നു. അള്ളാഹുവോട് കുട്ടിയെ ചോദിക്കുന്നു, സന്താനോൽപാദനത്തിനുള്ള മാർഗം നാം സ്വീകരിക്കുന്നു. ഇതൊക്കെ ഭൗതികമായ മാർഗം. ഇനി അതുപോലെ തന്നെ അഭൗതികമായി ബഹുമാനപ്പെട്ട ഒരുപാട് സഹാബത്തെ കിറാം, ആ സഹാബത്തെ കിറാമിന് മറവി വന്നപ്പോൾ ഒരാള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമീപിച്ചപ്പോൾ അഭൗതികമായി സഹായിക്കുന്നു. സലമത്തുൽ അക്ബർ റളിയല്ലാഹു അൻഹു അഭൗതികമായി സഹായിക്കുന്നു. അപ്പൊ അഭൗതികമായി മുഅ്ജിസത്ത് കറാമത്ത് അടിസ്ഥാനത്തിൽ സഹായം അള്ളാഹു കൊടുക്കുന്നവരിൽ ആ നിലക്ക് സമീപിക്കുന്നു. സാധാരണയായി ലഭിക്കേണ്ടത് ആ നിലക്കും സമീപിക്കുന്നു. അതേ ഈ വിഷയത്തിൽ വരുന്നുള്ളൂ. ഇങ്ങനെ ഇപ്പോൾ നിങ്ങൾ വിശദീകരിക്കുന്നെങ്കിൽ 1,24,000 പരം വരുന്ന പ്രവാചകന്മാർ തൻ്റെ അനുയായികളെ ഇസ്ലാമിലേക്ക് പ്രബോധനം ചെയ്തു. ഇവരാരും അല്ലെങ്കിൽ ഇവരാരെങ്കിലും ഇങ്ങനെയുള്ള ഒരു സമീപനം ഉത്തരം കിട്ടാൻ സ്വീകരിച്ചിട്ടുണ്ടോ? അള്ളാഹുവിൽ നിന്ന് ഉത്തരം കിട്ടാൻ ഇസ്തിഹാസ പെട്ടെന്ന് ഉത്തരം കിട്ടാനുള്ള മാധ്യമങ്ങളായിട്ട് ഞങ്ങൾ ചിലർ കാര്യകാരണ ബന്ധങ്ങളുമായി ബന്ധപ്പെടുന്നത്. എന്നാൽ ഏതെങ്കിലും ഒരു പ്രവാചകൻ തൻ്റെ ആവശ്യം നിറവേറ്റാൻ വേണ്ടി, തൻ്റെ സമൂഹത്തിനെ പഠിപ്പിക്കാൻ വേണ്ടി തൻ്റെ മുമ്പുള്ള ഒരു മഹാനെ വിളിച്ചാർത്ഥന നടത്തിയത് ഒരു തെളിവ് ഉദ്ദേശിക്കും. സഹായം ചോദിക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന വിഷയം പ്രമാണബദ്ധമായി സ്ഥിരീകരിക്കുമ്പോൾ ഒന്നുകിൽ പ്രവാചകന്മാരുടെ പ്രവർത്തനം, അതല്ലെങ്കിൽ അവരുടെ അനുവാദം, അതല്ലെങ്കിൽ അവരുടെ നിർദ്ദേശം, മൂന്നിന്റെയും ഇതിന്റെ പരിധിയിൽ വരുന്നു. യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് ഈ അനുഗ്രഹങ്ങൾ ലഭിക്കുമ്പോൾ സാധാരണ അനുഗ്രഹങ്ങൾക്ക് സാധാരണ വഴി സ്വീകരിക്കുന്നത് പോലെ അസാധാരണമായ അനുഗ്രഹങ്ങൾ ലഭിക്കാൻ അസാധാരണ മാർഗം സ്വീകരിക്കുക എന്നത് ലക്ഷക്കണക്കിന് പ്രവാചകന്മാരുടെ കൂട്ടത്തിലെ മഹാന്മാരിൽപ്പെട്ട മഹാനരായ നബിയുല്ലാഹി മൂസ അലൈഹിസ്സലാം, ആ മൂസാ നബി അലൈഹിസ്സലാമിനോട് വെള്ളം കൊണ്ട് സഹായിക്കാൻ ഭൗതികമായ യാതൊരു സാഹചര്യം ഇല്ലാത്ത സമയത്ത് ഇസ്തിസ്ഖാഹു ഖൗമുഹു, സമൂഹം തന്റെ ജനത മൂസാ നബി അലൈഹിസ്സലാമിനോട് ഇസ്തിസ്ഖാ നടത്തിയപ്പോൾ ആ ഇസ്തിസ്ഖാഇന് മുഅ്ജിസത്തിലൂടെ സഹായിച്ചത് വളരെ വ്യക്തമായി ഖുർആനിൽ തന്നെയുണ്ട്. അതുകൊണ്ടാണ് ഇമാം ഖുർത്തുബി തങ്ങൾ ഒരു സ്ഥലത്ത് പറഞ്ഞത്, കാനത്തിൽ ഉമമു തഫ്സഉ ഇലാ അംബിയാഇഹാ വൽ അംബിയാഉ യസ്അലൂന ലഹും ദാലിക. എന്ത് പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ വന്നാലും അംബിയാക്കളെ സമീപിക്കുക എന്നതാണ് പൂർവീക സമുദായത്തിന്റെ നിലപാട്. എന്നാൽ ഇബാദത്താകുന്ന ദുആയാവട്ടെ പ്രാർത്ഥനകളാവട്ടെ എല്ലാം അള്ളാഹുവോട് നിർവഹിക്കുന്ന ആളുകൾ, വെള്ളം അള്ളാഹുവോട് ചോദിക്കുന്ന ആളുകൾ, ആ വെള്ളത്തിനുള്ള ലബ്ധിക്കു വേണ്ടി സമീപിക്കുന്നത് യഥാർത്ഥത്തിൽ ആ കാലഘട്ടത്തിലുള്ള അമ്പിയാക്കളോടായിരുന്നു. അതുകൊണ്ട് തന്നെ അതിന് വളരെ വ്യക്തമായി അവർ അംഗീകരിച്ചു എന്നുള്ളതിനുള്ള തെളിവുകളാണ് എന്ന് ഈ സമയത്തുണർത്തുന്നു. മൂസാ നബിയുടെ സമൂഹം മൂസാ നബിയോട് വെള്ളം ചോദിച്ചതോ അല്ല നമ്മുടെ വിഷയം. ആ വിഷയത്തിൽ നമുക്ക് തർക്കമല്ല. ഇപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് നബിയുടെ അടുത്ത് വന്ന് സഹാബത്ത് സഹായം ചോദിച്ചതിനെ സംബന്ധിച്ചല്ല, മരണപ്പെട്ടു പോയ ആളെ, ഈ ഉദാഹരണം ഇബ്രാഹിം നബിയെ അല്ലെങ്കിൽ മൂസാ നബിയെ ഈസാ നബിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോ അല്ലെങ്കിൽ ഇബ്രാഹിം നബി തന്റെ മുമ്പുള്ള ഏതെങ്കിലും ഒരു പ്രവാചകനെയോ വിളിച്ച് പ്രാർത്ഥന നടത്തിയിട്ടുണ്ടോ? ഒന്ന്. അത് ഇല്ലെങ്കിൽ നേരത്തെ പറഞ്ഞു നബി പ്രാർത്ഥന, നബിന്റെ അനുവാദം, പ്രവർത്തനം, നിർദ്ദേശം, ഇതൊക്കെ തെളിവാണ്. ഇതിൽ ഏതാണ് ഈ വിഷയത്തിലുള്ള തെളിവ്? വളരെ പ്രസക്തമായ ചോദ്യമാണ്. ഒന്ന്, അങ്ങനെ നടത്തിയിട്ടുണ്ടോ എന്നതാണ്. അത് സമൂഹം നടത്തിയത് ഞാൻ ഉണർത്തി. ഇനി പ്രവാചകൻ തന്നെ വളരെ വ്യക്തമായി പറഞ്ഞത് ഇബ്നു സുന്നി റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാം നസായിയുടെ ശിഷ്യൻ, അമലുൽ യൗമി വല്ലൈല എന്ന ഗ്രന്ഥത്തിൽ അഊദു ബി ദാനിയാൽ നബി അലൈഹിസ്സലാം ഒരു നബിയാണ്, പ്രവാചകരാണ്. ആ പ്രവാചകനോട് സഹായാർത്ഥന നടത്താൻ നിർദ്ദേശിച്ചത് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ വളരെ വ്യക്തമായിട്ടുണ്ട്. ദാനിയാൽ എന്നാൽ ഒരു ഗ്രന്ഥം നൽകപ്പെട്ട പ്രവാചകനാണ് എന്ന് ഇമാം ഫഖ്റുദ്ദീൻ റാസി 14:7 തഫ്സീർ കബീർ വളരെ വ്യക്തമായി ഉണർത്തിയിട്ടുണ്ട്. ഒന്ന്, അത് ഇബ്നു സുന്നി സനദ് സഹിതമായി രേഖപ്പെടുത്തുന്നു. ഈ സംഭവം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഒന്ന്. രണ്ടാമതായി പ്രവാചകൻ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ അന സയ്യിദു ഉൽദി ആദം, ആദം മക്കൾക്ക്, ആദം നബി അലൈഹിസ്സലാമിന്റെ സന്താനങ്ങൾക്ക് സഹായം അർത്ഥിക്കപ്പെടേണ്ടവനാണ് ഞാൻ എന്ന് അവിടുന്ന് ഉണർത്തിയിട്ടുണ്ട്.
സയ്യിദ് എന്നാൽ അതാണ് അതിന്റെ അർത്ഥം. ഏതെങ്കിലും ഭാഷന്റെ വ്യാപകമായ ഉൾവിളിയിലെ അർത്ഥങ്ങൾ വെച്ച് ആ വിഷയത്തെ വിശദീകരിക്കുന്നതിന് പകരം സാധാരണക്കാരായ ഞങ്ങളെപ്പോലുള്ള ആളുകൾക്ക് എങ്ങനെ നബി വിളിച്ചിട്ടുണ്ടോ ഇബ്രാഹിം നബിയെ രക്ഷിക്കണേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. മൂസാ നബിക്ക് വന്നിട്ടുണ്ട്, ഈസാ നബിക്ക് വന്നിട്ടുണ്ട്. ഈസാ നബിയെ റൂമിൽ പൂട്ടിയ സംഭവമൊക്കെ വളരെ വിശദമായി. ആ നേരത്തൊന്നും ഇവർ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു മാർഗം സ്വീകരിച്ചില്ല? ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ തീ കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയാൻ നേരത്ത് ഇബ്രാഹിം നബിക്ക് വിളിച്ചുകൂടായിരുന്നോ? ഒരാളെയും വിളിച്ചിട്ടില്ല. മാത്രമല്ല, നിങ്ങൾ പറയും ജിബ്രീലും മോമിനിയങ്ങളും ഒക്കെയാണ് സഹായികൾ എന്ന് പറഞ്ഞാൽ ജിബ്രീൽ വന്ന് ചോദിച്ചു നബിയെ വല്ല സഹായം വേണം? വേണ്ട. അപ്പോ അള്ളാഹു അവിടെ സഹായിച്ചു, ചോദിക്കാതെ തന്നെ സഹായിച്ചു. ഇവരൊന്നും ഞങ്ങൾക്ക് മനസ്സിലാകുന്നത് സയ്യിദിന് നിങ്ങൾ പറയും ഒരുപാട് അർത്ഥങ്ങളുണ്ട്. ഞങ്ങൾ സംഭവിക്കുന്നത് ഇതൊരു പണ്ഡിതമായ ചർച്ചയിലെ ഒരു വ്യാപകമായ ഉള്ളർത്ഥത്തിൽ ഉൾക്കൊണ്ട് ഒരു തർക്കശാസ്ത്രത്തിന്റെ ശൈലി വെച്ച് മറുപടി പറയാനല്ല ഉദ്ദേശിക്കുന്നത്. വളരെ ലളിതമായി ആര് ചോദിച്ചു, എവിടെ ചോദിച്ചു, അത് ഉണ്ടോ ഇല്ലേ, ഇല്ലെങ്കിൽ നമുക്ക് അങ്ങനെ കിടക്കാം. സഹായാർത്ഥനയെ സംബന്ധിച്ചിടത്തോളം അമ്പിയാക്കളോട് സഹായം ചോദിക്കുന്നത് മുഅ്ജിസത്ത് അടിസ്ഥാനത്തിലാണെങ്കിൽ അതത് കാലത്തുള്ള അമ്പിയാക്കൾക്ക് മുഅ്ജിസത്ത് അടിസ്ഥാനത്തിൽ മറ്റൊരാളോട് ചോദിക്കേണ്ടാത്ത രൂപത്തിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല സഹായിക്കും. ഫയർ സ്റ്റേഷനുള്ള ആളുകൾ മറ്റൊരു ഫയർ ഫോഴ്സിലേക്ക് ഫോൺ വിളിക്കാറില്ല, അതിന്റെ ആവശ്യവുമില്ല. ഇബ്രാഹിം നബി അലൈഹി സ്വലാം, ഇപ്പോൾ ഒരാൾ തീയിലകപ്പെടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബേജാറായ സമയമാണ്. ആ സമയത്ത് ജിബ്രീൽ അലൈഹി സ്വലാം വന്നിട്ട് സഹായിക്കണോ എന്ന് ചോദിച്ചപ്പോൾ അത് ശിർക്കാണെന്ന് ആരും പറയുന്നില്ല. അത് എന്റെ കാര്യം അല്ലാഹു തആല നോക്കിക്കോളും. എനിക്ക് മറ്റൊരു മുഅ്ജിസത്ത് തേടി പോവേണ്ട ആവശ്യമല്ല. ഞാൻ തന്നെ മുഅ്ജിസത്തുള്ളവരാണ്. എനിക്ക് മുഅ്ജിസത്ത് നൽകുന്നത് അള്ളാഹുവാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് അള്ളാഹു നൽകുന്നുണ്ട്. അപ്പോ ഈ ഒരു അവസ്ഥയിൽ ഒരു മുഅ്ജിസത്ത് നൽകപ്പെടുന്ന ആൾക്ക് മറ്റൊരു മുഅ്ജിസത്ത് നൽകപ്പെടുന്ന ആളുകളോട് ചോദിക്കേണ്ടതില്ല. ചോദിക്കാമോ ഇല്ലേ എന്നുള്ളത് മറ്റൊരു വിഷയം. ചോദിക്കുമോ, ഉമ്മത്തുകളെ പഠിപ്പിക്കാൻ വേണ്ടി ചോദിക്കുമോ ഇല്ലേ എന്നുള്ളത് മറ്റൊരു വിഷയമാണ്. ഏതായിരുന്നാലും അങ്ങനെ ചോദിച്ചിട്ടുണ്ടോ എന്ന ചോദ്യം ഇതിന് പ്രസക്തമല്ല. നേരെ മറിച്ച് ചോദിക്കാൻ പറ്റുമോ ഇല്ലയോ, അതിന്റെ മാനദണ്ഡം എന്താണ്, അവരംഗീകരിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നതാണ് ചോദിക്കേണ്ടത്. പിന്നെ മറ്റൊന്നുള്ളത് ഏതെങ്കിലും ഭാഷ എന്നുള്ളതല്ല, ഗ്രന്ഥങ്ങളിൽ നിന്നുള്ളതല്ല. ശരിക്ക് ആ സയ്യിദ് എന്നുള്ള വേർഡ് അത് ഭാഷയുടെ ഉള്ളിൽ പോയതല്ല. ആ ഹദീസ് പരത്തിക്കൊണ്ട് തന്നെ വളരെ ലളിതമായി വിശദീകരിച്ചു ഇമാം നവവി റളിയല്ലാഹു അൻഹു. അസ്സയ്യിദു ഹുവല്ലദീ യുഫ്സഉ ഇലൈഹി ഫിന്നവാഇബി വശദാഇദി ഫയഖൂമു ഇലൈഹിം വയതഹമ്മലു മകാരിഹും വയദ്ഫഉഹാ അൻഹും എന്ന് ബഹുമാനപ്പെട്ട ഇമാം നവവി ശറഹ് മുസ്ലിമിൽ 842 വളരെ വ്യക്തമായി വിശദീകരിക്കുന്നു. അതുപോലെ തന്നെ ദസൂഖി വിശദീകരിക്കുന്നു. ഒരുപാട് പണ്ഡിതന്മാർ, അതുപോലെ മശാരിഖുൽ അൻവാറിൽ ഖാദി ഇയാദ് വിശദീകരിക്കുന്നു. എല്ലാവരും വിശദീകരിച്ചതാണ്. അപ്പൊ ഉള്ളിലുള്ളതല്ല, പുറത്താണെന്ന് മനസ്സിലാക്കേണ്ടതാണ്. ഓക്കെ, ഞാൻ അതിലേക്ക് വരാം. പക്ഷെ നിങ്ങൾ ഇത് ഉണ്ടോ ഇല്ലേ എന്ന് പറയണം. എന്നാൽ എനിക്ക് രണ്ടാം സ്റ്റെപ്പിക്ക് ഞാൻ കിടക്കും. ഇങ്ങനെ അത് പ്രവാചകന്മാർ വിളിക്കേണ്ടതില്ല, മുഅ്ജിസത്തിന്റെ ഉടമ മറ്റൊരു മുഅ്ജിസത്ത് ചോദിക്കേണ്ടതില്ല, ഒക്കെ നാം അംഗീകരിക്കുന്നു. എന്നാലും ഈ പ്രവാചക പരമ്പരയിൽ തൗഹീദാണിത്. ഇത് സാധാരണ ഒരു സുന്നത്തായ വിഷയമല്ല. ഇത് എവിടെങ്കിലും ഇവിടെ വിളിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ നമ്മളെ നിർത്തും, നമ്മൾ വേറൊരു വിഷയത്തിലേക്ക് വരും ചോദിക്കാം. ഇങ്ങനെ അവരുടെ പ്രാർത്ഥനകളിൽ ഇങ്ങനെ ഒരു അർത്ഥന അങ്ങനെ ഏതെങ്കിലും ഒരു നിർണായക ഘട്ടത്തിൽ അവർ ചെയ്തിട്ടുണ്ടോ ഇല്ലേ? അത് എസ് ആർ നോ ക്വസ്റ്റ്യൻ. അത് കിട്ടിയാൽ നമ്മൾ താഴത്തേക്ക് വരും. ഇങ്ങനെ ഒരു അപേക്ഷ, പ്രാർത്ഥന എന്നതിനെ കുറിച്ച് പറയില്ല, ഒരു അപേക്ഷ അല്ലെങ്കിൽ ഒരു സഹായാർത്ഥന നടത്താൻ പറ്റുമോ അല്ലെങ്കിൽ നടത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഉണ്ട് എന്ന് തന്നെയാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. പിന്നെ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ എന്നുള്ളത് അത് എല്ലായിടത്തും ഫിറ്റല്ല എന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഏതായിരുന്നാലും ഈ വിഷയത്തെ സംബന്ധിച്ചിടത്തോളം പ്രവാചകന്മാരങ്ങനെ നടത്തിയിട്ടുണ്ടോ ഇല്ലേ? ഉണ്ട്. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അഊദു ബികലിമാത്തില്ലാഹി എന്ന ദുആ നിർവഹിക്കാൻ വേണ്ടി നിർദ്ദേശിക്കുമ്പോൾ, അതല്ലെങ്കിൽ എന്ന അപേക്ഷ പറയാൻ വേണ്ടി നിർദ്ദേശിക്കുമ്പോൾ അള്ളാഹുവിന്റെ വചനം എന്ന വ്യാഖ്യാനം അതിന് കൊടുക്കുമ്പോൾ അത് അള്ളാഹുവോടുള്ള ദുആയാണ്, അള്ളാഹുവിനുള്ള ഇബാദത്താണ്. കലിമാത്ത് എന്നുള്ളതിന് ആലു ഇമ്രാനിലെ 42-ാമത്തെ അതല്ലെങ്കിൽ തൊട്ടടുത്ത ആയത്ത് വിശദീകരിക്കുന്നതനുസരിച്ച്, അതല്ലെങ്കിൽ ഖുർആൻ വിശദീകരിച്ച ഒരർത്ഥപ്രകാരം പരിശുദ്ധ ആത്മാവ് എന്നാണ്. ആ പരിശുദ്ധ ആത്മാവ് എന്ന അർത്ഥമാണ് കൊടുക്കുന്നതെങ്കിൽ അത് അപേക്ഷ എന്നാണ്.
ആ അർത്ഥത്തിലാണ് ഇമാം റാസി റളിയല്ലാഹു അൻഹു വളരെ വ്യക്തമായി കൊണ്ട് തന്നെ വഇദാ ഖാലൽ അബ്ദു അഊദു ബികലിമാത്തില്ലാഹി, ഒരു അടിമ അഊദു ബികലിമാത്തില്ലാഹി എന്ന് പറഞ്ഞാൽ ഫഖദ് ഇസ്തആദ ബിതിൽകൽ അർവാഹിൽ ആലിയതി മിനൽ അർവാഹിൽ ഖബീസ, മോശമായ ആത്മാക്കളെ തൊട്ട് ഉന്നതരായ ആത്മാക്കളോടുള്ള അർത്ഥനയാണ്, അപേക്ഷയാണ് ഇത് എന്ന് ഇമാം റാസി റളിയല്ലാഹു അൻഹു രണ്ടു വ്യാഖ്യാനവും വീണ്ടും, അപ്പൊ രണ്ട് വ്യാഖ്യാനം ഇവിടെ ഉണ്ട്. അഊദു ബികലിമാത്തില്ലാഹി താമ്മാത്തി എന്നത് പ്രവാചകൻ ദുആ നിർവഹിക്കാൻ അതല്ലെങ്കിൽ വ്യക്തി ജീവിതത്തിൽ പകർത്താൻ വേണ്ടി നിർദ്ദേശിക്കുമ്പോൾ കലിമാത്ത് എന്നുള്ളതിന് ഖുർആൻ പറഞ്ഞ ഒരു അർത്ഥം അള്ളാഹുവിന്റെ വചനങ്ങൾ എന്നാണ്. ആ അർത്ഥപ്രകാരം അള്ളാഹുവോടുള്ള ദുആയാണ്, അള്ളാഹുവിന് ചെയ്യുന്ന ഇബാദത്താണ്. ഖുർആൻ തന്നെ കലിമത്ത് എന്നുള്ളതിന് പരിശുദ്ധാത്മാവ് എന്നുള്ള അർത്ഥം വെച്ചിട്ടുണ്ട്, മുഅ്ജിസത്ത് എന്ന അർത്ഥകൽപ്പന നടത്തിയിട്ടുണ്ട്. അപ്പൊ പരിശുദ്ധ ആത്മാവ് എന്ന അർത്ഥന കൽപ്പനയാണ് അതിന് നടത്തുന്നത് എങ്കിൽ അത് മഹാന്മാരോട് അഥവാ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അടക്കമുള്ള പ്രവാചകന്മാരോടുള്ള ധ്യാനത്താണ്, സഹായാർത്ഥന. ഇപ്പോ നിങ്ങൾ ഈ പറഞ്ഞ അടിസ്ഥാനത്തിലാണെങ്കിൽ ഈ സഹായത്തിന് ഈ സുന്നികൾ എപ്പോഴും മുന്നേക്ക് വെക്കുന്ന ഒരു കാര്യമാണ് മുഅ്ജിസത്ത് എന്ന്. യഥാർത്ഥത്തിൽ മുഅ്ജിസത്തിന്റെ നിർവചനത്തിൽ പോലും നിങ്ങൾ ഈ പറയുന്ന ഈ സഹായം പറയുന്നില്ലല്ലോ. എന്താണ് മുഅ്ജിസത്തിന്റെ നിർവചനം? ആ നിർവചനത്തിൽ ഇങ്ങനെ സഹായിക്കണം പറയുന്നില്ലല്ലോ. അല്ലെങ്കിൽ എന്താണ് മുഅ്ജിസത്തിന്റെ നിർവചനം? മുഅ്ജിസത്ത് എന്നതിന്റെ നിർവചനം അസാധാരണ സംഭവങ്ങൾ അമ്പിയാക്കളിലൂടെ വെളിപ്പെടുത്തപ്പെടുന്ന ഒരു വിഷയത്തിനാണ് മുഅ്ജിസത്ത് എന്ന് പറയുന്നത്. അള്ളാഹു വെളിപ്പെടുത്തുന്ന, അള്ളാഹു അമ്പിയാക്കളുടെ കരങ്ങളിലൂടെ ഒരു സ്ഥാനം പ്രത്യക്ഷപ്പെടുത്തുന്നതിനാണ് മുഅ്ജിസത്ത് എന്ന് പറയും, അല്ലേ? നിഷേധികൾ ചോദിക്കുമ്പോൾ പിന്നെ എങ്ങനെയാണ് നിങ്ങൾ ഈ മൊയ്തീൻ ഷെയ്ഖെ രക്ഷിക്കണേ അല്ലെങ്കിൽ മൂസാ നബിയെ കാക്കണേ എന്ന് പറയുമ്പോൾ മുഅ്ജിസത്ത് കൊണ്ട് സഹായിക്കും? ഏത് നിർവചനം? ആര് പറഞ്ഞു അങ്ങനെ ഒരു നിർവചനത്തിൽ പെടും? അപ്പോ എനിക്ക് നിങ്ങളോട് ഈ ചോദ്യത്തിന് മറുപടി എന്ന നിലക്കല്ല, മറുപടി ഞാൻ പറയും. ഒരു ഉപചോദ്യമുള്ളത്, ഈ ഉപചോദ്യമല്ല, ഒരു ചോദ്യത്തിലുള്ള സംശയം. ഇപ്പൊ മൂസാ നബി അലൈഹിസ്സലാം വടിയിട്ട് പാമ്പാക്കി, ഈസാ നബി അലൈഹിസ്സലാം ഉബ്രിഉൽ അക്മഹ വൽ അബ്റസ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അത് ഈസാ നബിയുടെ മുഅ്ജിസത്ത് എന്നാണോ പറയേണ്ടത്, അള്ളാഹുവിന്റെ മുഅ്ജിസത്ത് എന്നാണോ പറയേണ്ടത്? ഈ ബന്ധം ആരുടേതാണ്? അത് ഈസാ നബിൻ്റെതെന്നും പറയാം, മൂസാ നബിൻ്റെതെന്നും പറയാം. ഇവിടെ അതല്ല നമ്മളെ വിഷയം. അത് ഓക്കെ, അത് ആരിലാണ്? നബി സല്ലല്ലാഹു ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഅ്ജിസത്ത്, അങ്ങനെ കാഴ്ച നഷ്ടപ്പെട്ട ആള് കാഴ്ച കൊടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഅ്ജിസത്ത്, അതെല്ലാം സംശയം. മുഅ്ജിസത്തിന്റെ നിങ്ങൾ ഈ സുന്നികൾ എല്ലാ സ്ഥലങ്ങളിലും പറയുന്നത് മുഅ്ജിസത്ത് കറാമത്ത് കൊണ്ട് ഞങ്ങൾ സഹായിക്കും. മുഅ്ജിസത്ത് കറാമത്ത് എന്താണ്? മുഅ്ജിസത്തിന്റെ ഒരു നിർവചനത്തിൽ പോലും ലോകത്തൊരൊറ്റ പണ്ഡിതനും ഇങ്ങനെ ഒരു അഭിപ്രായം അതിൽ പെടുന്നു പറഞ്ഞിട്ടില്ല എന്നാണ് എന്റെ ലളിതമായ വായനയിൽ ഞാൻ മനസ്സിലായത്. അതിനപ്പുറം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. നിങ്ങളെ വായന നോർമലായി പോയതിന്റെ വന്ന ഫാൾട്ടാണ് എന്ന് പറയേണ്ടി വന്നതിൽ സഹതപിക്കുകയാണ്. ഏതായിരുന്നാലും സുന്നികൾ മുഅ്ജിസത്ത് എന്താണ്, കറാമത്ത് എന്താണെന്ന് പറയുമ്പോൾ മഹാരഥന്മാര് സഹായിക്കുക അല്ലെങ്കിൽ ഇസ്തിഗാത്ത് നടത്തുമ്പോൾ മഹാരഥന്മാരോട് മുഅ്ജിസത്ത് കറാമത്ത് അടിസ്ഥാനത്തിൽ ചോദിക്കുക എന്ന് പറയുമ്പോൾ അത് അവരിലൂടെ ലഭിക്കുന്ന ഒരു അള്ളാഹുവിന്റെ സഹായമാണ്. അഥവാ അള്ളാഹു ഇവർക്ക് കൊടുക്കുകയാണ് ഇങ്ങനെ അമാനുഷികമായ രൂപത്തിൽ സഹായിക്കൽ അതിൽപ്പെട്ടു. ഖുർആൻ ഒരു മുഅ്ജിസത്താണ്, അതൊരർത്ഥത്തിൽ സഹായമാണ്, അതിന് നബിക്ക് കിട്ടുന്ന ഇതാണ്. അങ്ങനെ മുഅ്ജിസത്ത് എന്ന് പറഞ്ഞാൽ അത് ബാഹ്യമായി കിട്ടുന്ന സഹായം പെട്ടു, അല്ലാത്തതൊക്കെ പെട്ടു. ഏതായിരുന്നാലും ഈ അമ്പിയാക്കളിലൂടെ അള്ളാഹു അവരിലൂടെ വെളിപ്പെടുത്തുന്നതിനാണ് മുഅ്ജിസത്ത് എന്ന് പറയുന്നതെങ്കിൽ ഈ മുഅ്ജിസത്ത് അള്ളാഹു അവർക്ക് കൊടുക്കുന്ന ഒരു കഴിവാണ്, അള്ളാഹു അവർക്ക് കൊടുക്കുന്ന കഴിവാണ്. അതുകൊണ്ടാണ് ഈസാ നബി അലൈഹിസ്സലാം ഉബിരിഉൽ അക്മഹ, കുരുടനെ ജന്മനാൽ അന്ധനായ ആളെ ഞാൻ സുഖപ്പെടുത്തും എന്ന് കർത്താവായി പറയണമെങ്കിൽ അള്ളാഹ് സുഖപ്പെടുത്തും എന്നല്ല പറയുന്നത്. എന്നിലൂടെ അള്ളാഹു സുഖപ്പെടുത്തും എന്നുമല്ല, ഞാൻ സുഖപ്പെടുത്തും. അഥവാ സുഖപ്പെടുത്താനുള്ള കഴിവ് അള്ളാഹു എനിക്ക് നൽകുന്നുണ്ട്. ഇതിനില്ല അപ്പുറത്ത് പറയുന്നുണ്ട് വ ഉബിരിഉൽ അക്മഹ വൽ അബ്റസ വ ഉഹിയൽ മൗത, മരിച്ചവരെ ഞാൻ ജീവിപ്പിക്കും. ഇതിനില്ല. എങ്ങനെ? അള്ളാഹു എനിക്കതിനുള്ള
ഇതിന് നൽകുന്നുണ്ട്, അള്ളാഹു എനിക്കുള്ള നിർദ്ദേശം നൽകുന്നുണ്ട്, അള്ളാഹു എനിക്കതിന് കഴിവ് നൽകുന്നുണ്ട്. ആ കഴിവ് കൊണ്ട് ഒരു അന്ധത സുഖപ്പെടുക, അതല്ലെങ്കിൽ മറ്റുള്ള നിലക്ക് സഹായം ലഭിക്കുക എന്നുള്ളത് അത് സഹായം തന്നെയാണ്. ആ അർത്ഥത്തിലെ ഇവിടെ പ്രയോഗിച്ചിട്ടുള്ളൂ. അതല്ല ഉസ്താദ് പറഞ്ഞ ശരി, ഞാൻ സമ്മതിക്കുന്നത്. ഇവിടെ നിങ്ങൾ തെളിവ് പറയും. ഏത് നിർവചനത്തിൽ പറഞ്ഞു, എവിടെ പറഞ്ഞു? 1400 ചില്ലാനം വരുന്ന മുസ്ലിം പണ്ഡിത പരമ്പരയിലെ ഏത് മുഫസ്സിർ അല്ലെങ്കിൽ ഏത് മുഹദ്ദിസ്, ഏത് വ്യാഖ്യാതാവ്, ഏത് അടിസ്ഥാന നിദാന ശാസ്ത്രത്തിന്റെ വ്യാഖ്യാതാവ് ആര് പറഞ്ഞു ഈ മോചിതത്തിന്റെ പരിധിയിൽ ഇത് പെടും? മോചിതത്തിന്റെ പറഞ്ഞ ഒരു നിർവചനത്തിലും ഇങ്ങനെ ഒരു കാര്യം പറയുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. എന്തെങ്കിലും നിങ്ങൾ പറയണം, ഇന്ന ആള് പറഞ്ഞു ഈ മോചിതത്തിന്റെ നിർവചനത്തിൽ പെടും, ഇന്ന കാര്യം കൊണ്ട് ഇങ്ങനെ പെടും. ഇല്ല എന്നാണ് എന്റെ വിശ്വാസം. അല്ലെങ്കിൽ നിങ്ങൾ അതിനെതിരെ തെളിവ് പറയണം. അല്ലെങ്കിൽ നിങ്ങളുടെ വിശ്വാസം തിരുത്തപ്പെടേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. കാരണം ഇങ്ങനെ ഈ നിർവചനത്തിന്റെ അതല്ലെങ്കിൽ മുഅ്ജിസത്തിന്റെ വിശദീകരണത്തിൽ ഇത് ഉൾപ്പെടും എന്നുള്ളത് ഇമാം റാസി റളിയല്ലാഹു അൻഹു വളരെ വ്യക്തമായി വിശദീകരിച്ചിട്ടുണ്ട്. ഹാഫിൽ ഇബ്നു ഹജർ അൽ അസ്ഖലാനി ഫത്ഹുൽ ബാരിയിൽ കിതാബു തഅബീർ എന്ന അധ്യായത്തിൽ വളരെ വ്യക്തമായി വിശദീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇമാം ബൈഹഖി റളിയല്ലാഹു അൻഹു അർബഈൻ സുഗ്റ എന്ന ഗ്രന്ഥത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. ഒരുപാട് ഗ്രന്ഥങ്ങളിൽ പറഞ്ഞാൽ ഒരുപാട് പറയാനുണ്ട്, സമയമില്ലാത്തത് കൊണ്ട് അതിലേക്ക് കടക്കുന്നില്ല. എന്നാൽ ഇങ്ങനെ ഇത്രയും ആളുകൾ ഇങ്ങനെ വിശദീകരിച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾ പറയുകയുണ്ടായി. എന്നാൽ ആ വിഷയത്തിൽ ഒരൊറ്റ ഉപചോദ്യം ചോദിച്ച് ഞാൻ നിർത്തുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏറ്റവും വലിയ മൊയ്സത്താണ് ഖുർആൻ. ആ ഖുർആനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സ്വന്തമായിട്ട് എന്ത് ചെയ്യാൻ പറ്റുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും വലിയ മൊയ്സത്താണ് ഖുർആൻ. അത് അള്ളാഹു ഇറക്കി കൊടുത്തു, ഇന്നതാണ് ഖുർആൻ എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്തിച്ചു കൊടുത്ത് വിശ്വസിച്ചു. നബിയുടെ മൊയ്സത്താണെന്ന് പറയുന്ന ഖുർആനിൽ നബിക്ക് സ്വന്തമായി എന്ത് ചെയ്യാൻ പറ്റുമോ? പിന്നെ എങ്ങനെയാണ് നിങ്ങൾ ഇത് ചെയ്യാൻ പറ്റും? ഞാൻ വിളിക്കുകയാണ് മൊയ്തി ഷെയ്ഖ് ആക്കണേൻ, എന്റെ വിളിക്ക് എങ്ങനെ മൊയ്തി ഷെയ്ഖിന് സ്വന്തമായി ചെയ്യാൻ പറ്റും? അതിന് മൊയ്സത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും വലിയ മൊയ്സത്തായ ഖുർആനിൽ പോലും നബിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ എങ്ങനെ? മുഅ്ജിസത്ത് എന്നതിന് വ്യത്യസ്ത ശൈലികളുണ്ട്. ഖുർആൻ എന്നത് മുഅ്ജിസത്താകുന്നത് പ്രവാചകന് അതിൽ കൈകടത്താൻ കഴിയുകയില്ല, സ്വന്തം നിലക്ക് പറയാൻ കഴിയുകയില്ല, അല്ലെങ്കിൽ സ്വന്തം നിലക്ക് പറയാൻ പാടുള്ളതല്ല എന്നതാണ് അതിന്റെ മുഅ്ജിസത്ത്. അപ്പൊ ഖുർആൻ മുഅ്ജിസത്താകൽ ഒരു ചട്ടന്റെ ഉള്ളിൽ ഒരു ടെക്സ്റ്റ് പുസ്തകമാകുക, ഒരു ഗ്രന്ഥമാകുക, അതിൽ അറബി വേർഡിൽ കുറെ സെന്റൻസുകൾ ആവുക എന്നുള്ളതല്ല. ഖുർആൻ മുഅ്ജിസത്താവണമെങ്കിൽ ആ മുഅ്ജിസത്തിന്റെ പരിധിയിൽ വരുന്ന വിഷയമാണ് പ്രവാചകർ അതിൽ കൈകടത്തായി. വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ. ആ വഹ്യ് ഇറങ്ങുന്ന വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ദേശിക്കുന്ന സമയത്ത് കിട്ടുമോ അല്ലേ എന്നുള്ളത് മറ്റൊരു ചർച്ചയാണ്. ഇബ്നു തൈമിയ്യ അടക്കം അൻ-നുബുവ്വത്ത് വൽ അംബിയാ എന്ന ഗ്രന്ഥത്തിൽ വിശാലമായി ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. മറ്റുള്ള പടപ്പുകൾക്ക് അവസരോചിതമായി സഹായിക്കാനുള്ള അവസ്ഥ, ആ അവസ്ഥ ഉണ്ടാവുക എന്നുള്ളത് അത് പ്രവാചകന്മാർക്ക് നൽകപ്പെട്ട മുഅ്ജിസത്തിന്റെ പരിധിയിൽ വരുന്ന മറ്റൊരു വിഷയമാണ്. ഖുർആൻ മുഅ്ജിസത്താകൽ ഈ ശൈലിയിലാകുമ്പോഴാണ്. ഓരോ മുഅ്ജിസത്തുകൾക്ക് അതിൻ്റെതായ ശൈലികളുണ്ട്. നമ്മൾ ഏതായാലും ആവശ്യത്തിന് ഖുർആൻ ഇറക്കും എന്നാലും പറയാറില്ല. നേരെ മറിച്ച് സഹായിക്കുക, അതല്ലെങ്കിൽ പിന്നെ ആവശ്യമായ സമയത്ത് സമീപിക്കുക എന്നതാണ്. അതിന് പ്രവാചകന്മാർക്ക് കഴിയും. അതിനൊരുപാട് തെളിവുകളും ആ വിഷയത്തിൽ ഉണ്ട്. അപ്പോൾ ഇസ്തിഹാസയെ സംബന്ധിച്ച് നേരത്തെ നമ്മൾ സംസാരിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് സഹായം ചോദിക്കുക എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ മുഅ്ജിസത്ത് കറാമത്ത് കൊണ്ട് അള്ളാഹു അല്ല എന്ന വിശ്വാസത്തിൽ മഹാന്മാരോട് ചോദിക്കുക എന്നാണെങ്കിൽ ഒരു ഹദീസ്, ആ ഹദീസിൽ പിന്നെ യഹൂദി ഒരു മുസ്ലിമായ സഹാബത്തിന് ഒരുപാട് ബുദ്ധിമുട്ടാക്കിയപ്പോൾ അവർ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നി അഊദു ബി റസൂലില്ലാഹ്, യഹൂദിയുടെ ബുദ്ധിമുട്ട് റസൂലിനെ കൊണ്ട് ഞങ്ങൾ കാവൽ ചോദിക്കും. ആ നേരത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്നെ കൊണ്ടല്ല നിങ്ങൾ കാവൽ ഇസ്തിഗാസ നടത്തേണ്ടത്, ലാ യുസ്തഗാസു ഇല്ലാ ബില്ലാഹ്, അള്ളാഹിനെ കൊണ്ടല്ലാതെ നടത്തരുത്. ഒന്ന്, അങ്ങനെയാണെങ്കിൽ ഈ സഹാബത്തിന് ഈ വിശ്വാസമില്ലാത്തവരല്ലല്ലോ, അള്ളാഹു ആണ് കൊടുക്കുന്നത്, നബി മൊയ്സത്ത് കൊണ്ടാണ് സഹായിക്കുന്നത് എന്ന അടിസ്ഥാനത്തിലാണ് സഹാബത്ത് ചോദിച്ചത്. പക്ഷെ നബി പറഞ്ഞു നിങ്ങൾ അള്ളാഹിനെ കൊണ്ടല്ല സഹായം നടത്തേണ്ടത്. ഫത്വൽ ബാരിയിൽ തന്നെ ലാ തഅദു മഖ്ലൂഖിൻ, സൃഷ്ടിയോട് സഹായം ചോദിക്കരുത്. ഇങ്ങനെയൊക്കെയുള്ള ഇതിനെ നിങ്ങൾ എങ്ങനെ നിവാരണം കാണും? ഒന്നാമത് നിങ്ങൾ പറഞ്ഞ ആ ഹദീസ് ദുർബലമാണ് എന്നതാണ് അതിനെക്കുറിച്ച് പറയാനുള്ള ഒരു മറുപടി. രണ്ടാമത്തത്, ഫത്ഹുൽ ബാരിയിൽ പറഞ്ഞു മഖ്ലൂഖിനോട് ഇസ്തിആദത്ത് നടത്തപ്പെടുകയില്ല എന്നതാണെങ്കിൽ പ്രവാചകൻ മഖ്ലൂഖാണ് എന്ന് വിശ്വസിക്കുന്ന അബൂ മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ അടിമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സാന്നിധ്യത്തിൽ അഊദു ബി റസൂലില്ലാഹ്, നബി തങ്ങളോട് ഞാൻ കാവൽ ചോദിക്കുന്നു എന്ന് പറഞ്ഞത് സഹീഹ് മുസ്ലിമിൽ വളരെ വ്യക്തമായി
രേഖപ്പെടുത്തപ്പെട്ട ഹദീസാണ്. അത് നബി അംഗീകരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ആ അർത്ഥത്തിൽ അഊദു ബി റസൂലില്ല എന്ന് നബി തങ്ങളുടെ സാന്നിധ്യത്തിൽ വെച്ചുകൊണ്ട് പറഞ്ഞതുകൊണ്ട് തന്നെ ഇസ്തിആദത്തും ബി മഖ്ലൂഖ് ഉപാധിയോടുകൂടെ പടപ്പുകളോട് ആവാം എന്നുള്ളത് വളരെ വ്യക്തമാണ്. വളരെ ലളിതമായി നിങ്ങൾ ഈ പറയുന്ന അർത്ഥത്തിലാണ് കാര്യങ്ങളൊക്കെ മുൻകാല പണ്ഡിതന്മാർ മനസ്സിലാക്കി എന്നതിന് ലോകത്ത് സഹാബത്ത് മുതൽക്ക് ഈ കാലം വരെ നമ്മുടെ അടുത്ത് കഴിഞ്ഞു പോയ മഹാന്മാരായ പണ്ഡിതന്മാർ വരെയുള്ള ആരെങ്കിലും ഇങ്ങനെ ഇസ്തിഗാസ അവരുടെ ജീവിതത്തിൽ പതിവാക്കിയിട്ടുണ്ടോ? ഈ ഇസ്തിഗാസയെ സംബന്ധിച്ച് അവർ എന്ത് സംസാരിച്ചു? ഇസ്തിഗാസ എന്നുള്ളത് പ്രമാണബദ്ധമായി സ്ഥിരീകരിക്കപ്പെടുകയും വസ്തുനിഷ്ഠമായി വിലയിരുത്തപ്പെടുകയും ചെയ്യുമ്പോൾ പൂർവികരായ മഹത്തുക്കൾ ഇത് ഒരു ദിനചര്യയാക്കിയിട്ടോ നടപടിക്രമമാക്കിയിട്ടോ നടത്തിയിട്ടുണ്ടോ എന്നതാണ് ചോദ്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിലും ശേഷവും മഹാരഥന്മാരായ മുൻഗാമികൾ നടത്തിയിട്ടുണ്ട് എന്നതാണ് വസ്തുത. ഉദാഹരണത്തിന് 1-ാം നൂറ്റാണ്ടിൽ ജീവിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഹയ്യിന് സാക്ഷികളായ സഹാബത്തെ കിറാം അവരുടെ എന്ത് പ്രശ്നങ്ങൾ വന്നാലും ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിന് ശേഷം സംഭവിച്ച മുസൈലിമത്തുൽ കദ്ദാബുമായിട്ടുള്ള സഹാബത്ത് തമ്മിലുള്ള ആ യുദ്ധത്തിൽ വിശ്വാസികളെ അറിയപ്പെട്ടിരുന്നത് വകാന ശിആറുഹും യൗമഇദിൻ യാ മുഹമ്മദാ, മുഹമ്മദ് നബിയെ എന്ന വഫാത്തായ നബിയെ വിളിക്കലാണ്. അതുപോലെ യസീദ് എന്ന ഭരണാധികാരിയിൽ നിന്ന് ഒരുപാട് പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്ന സഹാബത്തിൽ പ്രമുഖർ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അടക്കമുള്ള 40ഓളം സഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വലാദു ബി ഖബരി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങളോട് സഹായാർത്ഥന നടത്തിയത് ഉത്തമ നൂറ്റാണ്ടിൽ തന്നെ വസ്തുനിഷ്ഠമായി രേഖപ്പെടുത്തപ്പെട്ടത് ദഹബി പോലും ഉദ്ധരിക്കുന്നതായി കാണാം 1-ാം നൂറ്റാണ്ട്. ഇനി 2-ാം നൂറ്റാണ്ടിലേക്ക് വരിക. 2-ാം നൂറ്റാണ്ടിൽ അറിയപ്പെട്ട മഹാനരായ പണ്ഡിതനാണ്. സഹീഹുൽ ബുഖാരിയിൽ സനദുകളിൽ 36 സ്ഥലത്ത്, സഹീഹ് മുസ്ലിമിൽ സനദിൽ 32 സ്ഥലങ്ങളിലും പരാമർശിക്കപ്പെട്ട ഒരു മഹാൻ. ആ മഹാന്റെ പേര് ഇപ്പോൾ ഞാൻ പറയുന്നില്ല, ഇൻഷാ അല്ലാഹ് ആവശ്യമെങ്കിൽ പിന്നീട് ഞാൻ പറയുന്നതാണ്. ആ മഹാൻ മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ഉസ്താദാണ്. ബഹുമാനപ്പെട്ടവർ എന്ത് സംശയം വന്നാലും ഇസ്തഅൻതു ബിഖബരി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വസ്തഗത്തുഹു, നബി തങ്ങളോട് ഞാൻ സഹായം ചോദിക്കാറുണ്ട് എന്ന് പറഞ്ഞത് ഹാഫിദു ദഹബി താരീഖുൽ ഇസ്ലാമിൽ ഉദ്ധരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വലിയ ഗ്രന്ഥങ്ങളിൽ ആളെ പേരും കൂടി പറയുന്നത് ബഹുമാനപ്പെട്ട ഇബ്നുൽ മുൻകദിർ, മുഹമ്മദ് ബിനുൽ മുൻകദിർ എന്ന് പറയുന്ന മഹാനാണ്. ഞാനത് പറയാതിരിക്കാൻ കാരണം മറ്റു ചില സാങ്കേതികത്വമായിരുന്നു, ഏതായാലും പറയാം. പിന്നെ ബഹുമാനപ്പെട്ടവര് ഇങ്ങനെ നടത്തിയിരുന്നതായി ദഹബി പോലും ഉദ്ധരിക്കുന്നുണ്ട്. ഒരുപാട് 7-8 ഗ്രന്ഥങ്ങളിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അതിൽ അദ്ദേഹം എന്തെങ്കിലും സംശയമുണ്ടായാൽ നബി തങ്ങളുടെ റൗള ഷരീഫിൽ ഖബറിൽ ചെന്നിരിക്കും. എന്നിട്ടോ ആക്ഷേപിക്കപ്പെട്ടപ്പോൾ ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഇസ്തിഗാസ നടത്തിയതാണ് എന്നവിടുന്ന് പറയാം. ഇത് 2-ാം നൂറ്റാണ്ടാണ്. 3-ാം നൂറ്റാണ്ടിൽ വഫാത്തായ വലിയ മഹാനാണ് ബഹുമാനപ്പെട്ട അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു. ഹജ്ജിന് പോകുന്ന സമയത്ത് വഴിയറിയാതെ വന്നപ്പോൾ യാ ഇബാദല്ലാഹ്, അള്ളാഹുവിന്റെ ഔലിയാക്കളെ സഹായിക്കണേ എന്ന് പറഞ്ഞത് വളരെ വ്യക്തമായിക്കൊണ്ട് താരീഖ് മദീന എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹിജ്റയുടെ 4-ാം നൂറ്റാണ്ടിൽ ജീവിച്ച വലിയ മഹാനായ പണ്ഡിതനാണ്. ഇന്ന് വിമർശകർ പോലും അംഗീകരിക്കുന്ന ഹദീസ് ഗ്രന്ഥം മുഅ്ജമുൽ കബീർ പോലെയുള്ള തബറാനി ഇമാമിന്റെ 3 ഗ്രന്ഥം. ആ മുഅ്ജമുകൾ രേഖപ്പെടുത്തിയ ആ ഗ്രന്ഥങ്ങളുടെ ഓദറായ ബഹുമാനപ്പെട്ട തബറാനി റളിയല്ലാഹു അൻഹു അദ്ദേഹം വിശപ്പിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സഹായം ചോദിച്ചതായി കാണാം. ഹിജ്റയുടെ 5-ാം നൂറ്റാണ്ടിൽ ജീവിച്ച വലിയ പണ്ഡിതനായ ഇമാം ഗസാലി തങ്ങളെ കുറിച്ച് ഖാദിയാനി വാദഖണ്ഡനം എന്ന പുസ്തകത്തിൽ KM മൗലവി 16-ാമത്തെ പേജിൽ നൂറ്റാണ്ടിലെ നവോത്ഥാന നായകന്മാരിൽ സുന്നത്തിനെ ബിദ്അത്തിൽ നിന്ന് മോചിപ്പിക്കാൻ നിയുക്തരാകുന്ന യുഗാന്തരങ്ങളിലുള്ള പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ എണ്ണിയ പണ്ഡിതനാണ് ഇമാം ഗസാലി. ബഹുമാനപ്പെട്ടവർ പ്രമാണബദ്ധമായി സുസ്ഥിരമായി സ്ഥിരപ്പെട്ട മഹത്തായ കാര്യമാണ് ഇസ്തിഗാസ എന്ന് ഇമാം ഗസാലി തങ്ങൾ പറയുമ്പോൾ 40 വാള്യങ്ങളുള്ള ഖുർആൻ വ്യാഖ്യാനം എഴുതിയ ഇമാം ഗസാലി തങ്ങൾ ഇൻതദൂഹും കണ്ടില്ലേ, വലാത്തദൂഹു മഅല്ലാഹി കണ്ടില്ലേ? നമുക്ക് ചോദിക്കാം. ഏതായിരുന്നാലും ഗസാലി ഇമാമിനെ ഒരു മുശ്രിക്കാക്കുമോ? 6-ാം നൂറ്റാണ്ടിൽ ജീവിച്ച അതേ പുസ്തകത്തിൽ KM മൗലവി മുജദ്ദിദായി പരിചയപ്പെടുത്തിയ ഇമാം ഫഖറുദ്ദീൻ റാസി യാ ഇബാദല്ലാഹി അഈനുനി, അള്ളാഹുവിന്റെ ഔലിയാക്കളെ സഹായിക്കണേ എന്ന ഇസ്തിഗാസ തന്റെ തഫ്സീറുൽ കബീർ 2250 രേഖപ്പെടുത്തിയിട്ടുണ്ട്.
അതുപോലെ തന്നെ ഹിജറ 7-ാം നൂറ്റാണ്ടിൽ ജീവിച്ച വലിയ മഹാനായ പണ്ഡിതൻ ഇമാം നവവി റളിയല്ലാഹു അൻഹു സഹീഹുൽ ബുഖാരിക്ക് ഒരു വ്യാഖ്യാനം, അതിന്റെ മുഖദ്ദിമക്ക്, അതിന്റെ തുടക്കമുള്ള 1-2 അധ്യായങ്ങൾക്ക് വ്യാഖ്യാനം എഴുതിയപ്പോൾ തുടങ്ങുന്നത് തന്നെ മുസ്തശ്ഫി അംബി റസൂലില്ല, അള്ളാഹുവിന്റെ റസൂലിനോട് സഹായം ചോദിച്ചിട്ടാണ്. 8-ാം നൂറ്റാണ്ടിൽ ജീവിച്ച വലിയ പണ്ഡിതനായ ബഹുമാനപ്പെട്ട വഫാത്തായ യഹ്യ സർസരി റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട ഇമാം സുബിക്കി റളിയല്ലാഹു അൻഹു ഇസ്തിഗാസ നടത്തിയിരുന്നതാണ് ശിഫാഉ സഖാം പോലെയുള്ള ഗ്രന്ഥങ്ങളിൽ കാണാം. അതുപോലെ തന്നെ 9-ാം നൂറ്റാണ്ടിൽ ജീവിച്ച വലിയ പണ്ഡിതനായ ബഹുമാനപ്പെട്ട ഇമാം ഹാഫിദ് ശിഹാബുദ്ദീൻ അഹ്മദ് ബിൻ ഹജർ അൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി തങ്ങളോട് സഹായം ചോദിച്ചത് തന്റെ ദീവാൻ എന്ന ഗ്രന്ഥത്തിലൂടെ വ്യക്തമാണ്. 10-ാം നൂറ്റാണ്ടിൽ ജീവിച്ച ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു വളരെ വ്യക്തമായി അൽ ഹാവിയിലും കിതാബുർ റഹ്മയിലും, അതുപോലെ തന്നെ 11-ാം നൂറ്റാണ്ടിൽ വഫാത്തായ ഇമാം റംലി തന്റെ ഫതാവയിലും, അതുപോലെ ശിഹാബുദ്ദീൻ ഖഫാജിയും, അതുപോലെ 12-ാം നൂറ്റാണ്ടിൽ വഫാത്തായ ഇസ്മായിൽ ഹിഖിയും, 13-ാം നൂറ്റാണ്ടിൽ വഫാത്തായ ഹസനുൽ അദവി റളിയല്ലാഹു അൻഹുവും ഇമാം ബാജൂരി റളിയല്ലാഹു അൻഹുവും, 14-ാം നൂറ്റാണ്ടിൽ വഫാത്തായ ബഹുമാനപ്പെട്ട ഇമാം യൂസുഫ് നബഹാനിയും അഹ്മദുൽ അത്താറും അവരൊക്കെ ഇസ്തിഗാസ നടത്തുകയും നടത്താൻ സ്ഥിരീകരിക്കുന്ന രേഖകൾ സമർപ്പിക്കുകയും ഗ്രന്ഥരചന നടത്തുകയും ചെയ്യുന്നു. ഇത് ഹിജറ 15-ാം നൂറ്റാണ്ടാണ്. ഈ 14 നൂറ്റാണ്ടുകളിലും സാമ്പിളിന് ഓരോരുത്തരെ അതല്ലെങ്കിൽ 2 പേരെയാണ് ഞാൻ ഉദ്ധരിച്ചത് എങ്കിൽ ഏകദേശം ഇസ്തിഗാസ ചർച്ച ചെയ്യപ്പെടുന്ന 926ഓളം ഗ്രന്ഥങ്ങൾ ഈ 14 നൂറ്റാണ്ടുകളിൽ രചിക്കപ്പെട്ടിട്ടുണ്ട്, പെട്ടതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതിലും ഒരുപാട് കൂടുതലാണ്. അതുകൊണ്ട് ഈ വിഷയത്തിൽ സംശയിക്കേണ്ടതില്ല എന്നതാണ് അതിനെക്കുറിച്ച് ഉണർത്താനുള്ളത്. ഇത്രയും വിശദമായി നിങ്ങളുടെ സ്ഥാപനങ്ങളിൽ നിന്ന് പഠിച്ച് മർക്കസ് സഖാഫത്തുനിയ ബിരുദമെടുത്ത് നിങ്ങളിത് സ്ഥാപിക്കുമ്പോഴും നിങ്ങളുടെ ആ സ്ഥാപനത്തിൽ തന്നെ ബിരുദെടുത്ത ഇതേ ഉസ്താദ്മാരെ കീഴിൽ നിന്ന് തന്നെ കുറെ പഠിച്ച സഖാഫികളും മറ്റ് ബിരുദധാരികൾക്കൊന്നും ഇതൊന്നും തിരിഞ്ഞില്ലേ? അവരിതാ ഇത് ആദർശം ശരിയല്ല, തൗഹീദിനെ വിചരിച്ചുകൊണ്ട് മറ്റ് പ്രസ്ഥാനങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ടാണിത്? അത് ഇൽമു പഠിക്കുന്ന സമയത്ത് ളുൽമു പഠിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ ളുൽമു പഠിച്ചത് കൊണ്ടാണ് ജുബ്ബായിയുടെ വാസിൽ ബിൻ അത്താഇ എന്നവർ ഹസൻ ബസറി റളിയല്ലാഹു അൻഹുവിന്റെ ദർസിൽ നിന്ന് പുറത്താക്കപ്പെട്ടത്, അഹ്മദ് ബിൻ ഫൂറഖ് റളിയല്ലാഹുവിന്റെ അടുക്കൽ നിന്ന് അഹ്മദുൽ ജഹമക്ക് പുറത്താക്കപ്പെട്ടത്. അങ്ങനെ കുറെ ആളുകൾ പുറത്താക്കപ്പെടുകയോ പുറത്തു പോവുകയോ ചെയ്യുമ്പോൾ വൈരുദ്ധ്യ ചിന്താഗതി വെച്ചു പുലർത്തുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കണം അവന് കുരുത്തക്കേട് സംഭവിച്ചിട്ടുണ്ട്, കുരുത്തം സമ്പാദിക്കുന്നതിന് പകരം കുരുത്തക്കേട് സമ്പാദിച്ചിട്ടവനാണ് എന്ന് അൽ അസാലിബുൽ ബദിയ എന്ന ഗ്രന്ഥത്തിൽ ഇമാം നബഹാനി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പഠിക്കുന്ന പണ്ഡിതന്മാരും അതുപോലെ മുതഅല്ലിമുകളൊക്കെ 6 നിബന്ധനകൾ പാലിക്കണം എന്ന് മഹാന്മാര് പറയുമ്പോൾ അഖീലം തനാലൽ ഇൽമ, ഉഖ്റവിയായ പാരത്രിക ലോകത്തേക്ക് എത്തപ്പെടുന്ന ഇൽമ് അത് ലഭിക്കണമെങ്കിൽ 6 കാര്യങ്ങൾ വേണമെന്ന് പറയുമ്പോൾ ഇർഷാദ് ഉസ്താദി, ഉസ്താദുമാരുടെ കുരുത്തം പൊരുത്തവുമാണ്. ആ ഉസ്താദുമാരുടെ കുരുത്തം പൊരുത്തം സമ്പാദിക്കേണ്ടതില്ല എന്ന മനോഭാവത്തോടെയോ അതല്ലെങ്കിൽ സമ്പാദിക്കുന്നതിന് വിഘാതമാകുന്ന പ്രവണതകൾ വെച്ചു പുലർത്തുകയോ ചെയ്യുമ്പോൾ അത്തരം ആളുകൾക്ക് ഇൽമിന്റെ മേഖലയിൽ സംഭവിക്കുന്ന ഗുരുത്തക്കേടാണ് ഒന്ന്. രണ്ടാമത്, പഠിക്കുന്ന സമയത്ത് വസ്തുനിഷ്ഠമായി പഠനം നടത്തുന്നതിന്റെ പകരം ഓവറായി ലീവ് എടുക്കുകയോ അതല്ലെങ്കിൽ പഠിക്കാതെ റോന്തു ചുറ്റുകയോ അതല്ലെങ്കിൽ വിഷയങ്ങൾ സംശയം തീർക്കുന്നതിന് പകരം സംശയം ബാക്കി വെച്ച് നീങ്ങുകയോ ചെയ്താൽ ഇത്തരം മേഖലയിൽ എത്തപ്പെടും. അതുകൊണ്ട് പഠനം നടത്തുകയും പഠനം നടത്തിയ വിഷയങ്ങൾ നൂതനമായ സംവിധാനങ്ങൾ ഉപയോഗിച്ച് സമൂഹത്തിൽ പ്രചരിപ്പിക്കുകയും ചെയ്യൽ പണ്ഡിതന്മാരുടെ കടമയാണ് എന്ന് ഈ സമയത്ത് ഉണർത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മഹൽ സംരംഭത്തിൽ സംബന്ധിക്കാൻ തൗഫീഖ് നൽകിയതിനെ അതിയായി സ്തുതിക്കുകയാണ് അള്ളാഹുവിനെ. ഏതായിരുന്നാലും സുന്നത്ത് ജമാഅത്തിന്റെ വിഷയത്തിൽ നമ്മുടെ ജീവിതവും സമയവും എല്ലാം വിനിയോഗിക്കാനും അതുപോലെ ആചാര അനുഷ്ഠാന കർമ്മ വിശ്വാസ രംഗങ്ങളിൽ പൂർവ്വസൂരികളുടെ പാത പിന്തുടർന്ന് ജീവിക്കാനും അള്ളാഹു സുബ്ഹാനഹു വ തആല സൗഭാഗ്യം നൽകുമാറാവട്ടെ. സുന്നത്ത് ജമാഅത്തിന്റെ ഉലമാക്കൾക്കും പ്രചാരകർക്കും പ്രവർത്തകർക്കും അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. മരണപ്പെട്ടുപോയ ആളുകൾക്ക് മഹത്തുക്കൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും മർഹമത്തും ദറജയും വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാവട്ടെ. വാഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഏതായാലും അവിടെ തിരക്കിട്ട സമയത്തിനിടയിൽ നമ്മുടെ എളിയ ക്ഷണം കേട്ട് ഈ പരിപാടിക്ക് സമയം കണ്ടെത്തി നമ്മോട് സഹകരിച്ച ബഹുമാനപ്പെട്ട അബ്ദുൾ റഷീദ് സഖാഫി അലംകുളത്തിന് നമ്മൾ നന്ദി രേഖപ്പെടുത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ഈ മാർഗത്തിൽ ആരോഗ്യവും ആയുസ്സും പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും
ഈ സേവനം അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കട്ടെ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം.